അതായത് 115 ലോക്സഭാ മണ്ഡലങ്ങൾക്കൊപ്പം കേരളത്തിലെ 20 മണ്ഡലങ്ങളും ഉൾപ്പെടും. മെയ് 23-നാണ് രാജ്യം കാത്തിരിക്കുന്ന ആ ജനവിധി വരാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ ധാരാളം സവിശേഷതകളും ഇക്കുറി തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അരുൺ കൂടി ചേരുന്നു ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം. അരുൺ, ധാരാളം സവിശേഷതകൾ കൂടി അടങ്ങുന്നതാണല്ലോ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. എന്തൊക്കെ സവിശേഷതകൾ? ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് എക്സസൈസ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കുള്ള തുടക്കം ഇന്ന് 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചതോടുകൂടി രാജ്യം ആ മൂഡിലേക്ക് മാറുകയാണ്. ഈ ലോകത്ത് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് 17ാമത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വളരെ നിർണായകമായ രാജ്യം അതിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഒപ്പം അതിൻ്റെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൻ്റെ വികസന ആസ്പിറേഷൻസിൻ്റെ അഥവാ മോഹങ്ങളുടെ ഒക്കെ കാലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം. ഒപ്പം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്ന സാഹചര്യം. ഇന്ത്യ അതിൻ്റെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫുൾ പ്രൂഫായ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നതും. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കും. കഴിഞ്ഞ തവണ 9 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് ഇത്തവണ 7 ഘട്ടങ്ങളിലായിട്ട് നടക്കും. മെയ് 23-ാം തീയതി ഒരു പരിധിവരെ ലോകവും വിശിഷ്യ ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന ആ ഫലമുണ്ടാവും. ആരായിരിക്കും ഇന്ത്യയെ ഇനി പുതിയ ജനാധിപത്യ വികസന സങ്കല്പങ്ങളിലേക്ക് നയിക്കുക എന്ന ചോദ്യത്തിന്റെ ഉത്തരം. മോദി പ്രഭാവം തുടരുമോ, അതല്ല രാഹുൽ ഗാന്ധി വാഴുമോ, അതല്ല മൂന്നാമത്തെ ഒരാൾ അധികാരത്തിലേക്ക് വരുമോ? പല ചോദ്യങ്ങളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. ഗോപി, നമുക്ക് ആദ്യം പോകേണ്ടത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഷെഡ്യൂളുകളിലേക്കാണ്. അതിന്റെ ഫേസുകൾ ഏതൊക്കെയാണ്? 7 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ഘട്ടങ്ങൾ ഏതൊക്കെ, അതിൽ ആരൊക്കെ, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു, എത്ര മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രത്തിൽ 7 ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ഘട്ടങ്ങൾ. ഏപ്രിൽ 11-ാം തീയതിയാണ് ആദ്യഘട്ടം ആരംഭിക്കുക. ഏപ്രിൽ 11-ാം തീയതി 20 സംസ്ഥാനങ്ങളിലെ 91 പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 18-ാം തീയതി 13 സംസ്ഥാനങ്ങളിൽ 97 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 23-ാം തീയതി 3-ാം ഘട്ടം, 14 സംസ്ഥാനങ്ങൾ കേരളമടക്കം 115 പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് വിധി എഴുതുന്ന ദിവസമാണ്. ഏപ്രിൽ 23, 29 4-ാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിൽ നിന്നായി 71 കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. 5 മെയ് 6-ാം തീയതി 7 സംസ്ഥാനങ്ങളിലെ 51 മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. മെയ് 12-ാം തീയതി 9 സംസ്ഥാനങ്ങളിൽ നിന്ന് 59 ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. മെയ് 19-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന പോളിംഗ് നടക്കുന്ന ദിവസം 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 59 മണ്ഡലങ്ങളിലേക്കുള്ള ജനവിധി നടക്കും. പിന്നെ മെയ് 19 കഴിഞ്ഞ് 4 ദിവസം രാജ്യം കാത്തിരിക്കണം റിസൾട്ട് എത്താൻ. മെയ് 23-ാം തീയതിയാണ് റിസൾട്ട് എത്തുക. ഗോപി, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ഏപ്രിൽ 11-നാണെങ്കിലും റിസൾട്ട് സംഭവിക്കുന്നത് മെയ് 23-ന് മാത്രമാണ്. ഇന്ന് മുതൽ 43 ദിവസമാണ് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആദ്യ വോട്ടർ എത്താനുള്ള സമയം. അതായത് വരുന്ന നിർണായകമായ 43 ദിവസങ്ങൾ ഇന്ത്യയുടെ ലോക്സഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശം ജ്വലിക്കുന്ന ഏറ്റവും കോമ്പറ്റീറ്റീവായ ഒരു പ്രചരണത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നർത്ഥം. റൈറ്റ് അരുൺ, നമ്മൾ ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് ഏത് നിലയ്ക്കാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്രമാത്രം സന്നാഹത്തോടു കൂടിയാണ് രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നൊന്ന്. രണ്ടാമതായി, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എത്രമാത്രം സജ്ജമായി കഴിഞ്ഞു, പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇടതുമുന്നണി കാൽവെച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ ഏത് നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക് മുന്നണികൾ കടക്കാൻ പോകുന്നത്, എന്താണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിൻ്റെയും സ്വഭാവം, അവിടെ ഇക്കുറി ചർച്ചയാകാൻ പോകുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ്, സ്ഥാനാർത്ഥി സാധ്യതകൾ. ഇപ്പോൾ UDFും NDAയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇടതുമുന്നണി മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഇറങ്ങിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ UDFിന്റെ സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെ, NDAയുടെ സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെ, 20 ലോക്സഭാ മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും ഇക്കുറി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ നിർണായകമായി മാറാൻ പോകുന്നത്, സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടറുടെ മനസ്സിൽ ആദ്യം ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയം എന്തായിരിക്കും, ശബരിമലയും അക്രമ രാഷ്ട്രീയവും ഒക്കെ സജീവ ചർച്ചയായി മാറിയ സംസ്ഥാനത്ത് ഏതൊക്കെ വിഷയങ്ങൾ, അതൊരു ഭരണവിരുദ്ധ വികാരമായിരിക്കുമോ, ഈ സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കും
വിലയിരുത്തലായിരിക്കുമോ, പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തിന്റെ വിലയിരുത്തലായിരിക്കുമോ, ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടറിന്റെ മനസ്സ് സഞ്ചരിക്കുമോ, അതോ സംസ്ഥാനം ചർച്ച ചെയ്ത ശബരിമല അടക്കം പെരിയ സംഭവം അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിയായിരിക്കുമോ ഒരു വോട്ടർ ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നത് എന്നതായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. ഈ മണ്ഡലങ്ങളുടെ പൊതു സ്വഭാവവും രാഷ്ട്രീയ സ്വഭാവവും വിശദമായി വിശകലനം ചെയ്യുമെന്ന്. നമ്മൾ അതിനു മുൻപ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു. കഴിഞ്ഞ തവണ 99 മുതൽ 2014 വരെ 25 വർഷക്കാലത്തെ വിവിധ തെരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പ് നടന്നതുമായിട്ടുള്ള ചില കണക്കുകളിലേക്ക് നമ്മൾ പോയാൽ 1999 ഏറ്റവും നിർണായകമായി ഡിസിസീവ് ഇന്ത്യൻ ഇലക്ഷൻ എന്ന് വിശേഷിക്കപ്പെട്ട വർഷം 1999 പോൾ അനൗൺസ്മെന്റ് വരുന്നത് മെയ് 4-ാം തീയതി. അന്ന് 2 ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് സെപ്റ്റംബർ 5-ാം തീയതി തുടങ്ങി ഒക്ടോബർ 3-ാം തീയതി. ഫലപ്രഖ്യാപനം വരുന്നത് ഒക്ടോബർ 6-ാം തീയതി. 2014 ഏറ്റവും തൊട്ട് മുമ്പ് നടന്ന 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മാർച്ച് 5-ാം തീയതി ഉണ്ടാവുന്നു. മെയ് 16-ാം തീയതിയാണ് റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാവുന്നത്. 2019 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് 10-ാം തീയതി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 ദിവസങ്ങൾ മാത്രം ബാക്കി, 5 ദിവസങ്ങൾ കഴിഞ്ഞ് മാർച്ച് 10-ാം തീയതി പ്രഖ്യാപനം ഉണ്ടാവുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കുറച്ച് ഫേസുകളിലായിട്ടാണ് 2019 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പുരോഗമിക്കുക. കഴിഞ്ഞ വർഷം അത് 9 ആയിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ദീർഘമായി ഏറ്റവും കൂടുതൽ ഫേസുകൾ ഉൾക്കൊള്ളുന്ന, ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2014 16-ാം ലോക്സഭയുടേത്. 2019 ആ 9 എന്ന അവസ്ഥ മാറി പകരം 7 എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. മെയ് 23-ാം തീയതിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഏപ്രിൽ 11-ാം തീയതി തുടങ്ങി മെയ് 19-ാം തീയതി അവസാനിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇന്ന് പ്രധാനമായും ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിനെ ചില പ്രത്യേകതകളുള്ള തെരഞ്ഞെടുപ്പായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള നിരവധി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, സുരക്ഷാ കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ 2019 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എല്ലാ മണ്ഡലങ്ങളിലും വിവിപാറ്റ് സംവിധാനം കൊണ്ടുവരും. വിവിപാറ്റ് സംവിധാനം കൊണ്ടുവരുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരിക്കുന്ന ചില അപവാദങ്ങൾ തള്ളിക്കളയാനും സുതാര്യമായി തങ്ങൾ ചെയ്ത വോട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിച്ചുവെന്ന് മനസ്സിലാക്കാനും വോട്ടർക്ക് ഒരു പേ സ്ലിപ്പ് പോലെ വോട്ടർ പേ സ്ലിപ്പ് കിട്ടുന്ന സംവിധാനം എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടുവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 17.4 ലക്ഷത്തോളം വരുന്ന വിവിപാറ്റ് മെഷീനുകൾ ഇതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷന് തയ്യാറാക്കേണ്ടി വരും എന്നുള്ളതാണ് കൗതുകം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കേണ്ടത് എന്നതാണ്. 90 കോടി വോട്ടർമാർ ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങും. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന തെരഞ്ഞെടുപ്പായി മാറും 17-ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് 8.4 കോടി കന്നി പുതിയ വോട്ടർമാരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിശ്ചയിക്കുക. അതായത് മൊത്തം വോട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ ജനതയുടെ 10% വരും. 8.4 crore ആണ് പുതിയ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. എങ്ങനെയാണ് ഒരു ആസ്പയറിംഗ് ഇന്ത്യ, എങ്ങനെയാണ് ഒരു മോഹിക്കുന്ന ഇന്ത്യ ഉണ്ടാവുന്നത് എന്ന് യുവ വോട്ടർമാർ തീരുമാനിക്കും. വളരെ പ്രധാനപ്പെട്ട ഡിസിസീവായിട്ടുള്ള ഒരു ഭാഗധേയമായിരിക്കും ഈ ചെറുപ്പക്കാരുടെ വോട്ട്. പോളിംഗ് ബൂത്തുകളിൽ CCTV സ്ഥാപിക്കണം എന്നുള്ളത് തെരഞ്ഞെടുപ്പിലെ ബൂത്തിലെ അതിക്രമങ്ങളെ തടയാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന ഈ എല്ലാ ബൂത്തുകളിലും കൊണ്ടുവരിക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. ക്രിമിനൽ കേസുള്ള സ്ഥാനാർത്ഥികൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പത്രപരസ്യം നൽകി ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുക എന്ന ഒരു പ്രധാന പ്രൊവിഷൻ കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ഇലക്ട്രൽ സിസ്റ്റത്തിലെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ക്രിമിനൽ കുറ്റം ചെയ്ത് 2 വർഷം ശിക്ഷിക്കപ്പെട്ടവരെയാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കുന്നതെങ്കിൽ ഈ സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും അഫിഡവിറ്റുകൾ തെറ്റായി കൊടുത്താൽ ഇലക്ഷൻ കമ്മീഷന് പിടിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവും. വോട്ടിംഗ് മെഷീനുകളിൽ GPS ഘടിപ്പിക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. അങ്ങനെ 17-ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കിയും കൃത്യതയുള്ളതാക്കി മാറ്റാനും ഉപയോഗപ്പെടുത്തുന്നു. മാത്രവുമല്ല മൊബൈൽ പരാതി പറയാനുള്ള ആപ്പ് സംവിധാനം, ഒരു ആപ്പും കൂടി, ആപ്ലിക്കേഷൻ കൂടി ഈ ഇലക്ഷൻ കമ്മീഷൻ 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട്. ഏതൊരു വോട്ടർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ ചെലവുമായി ബന്ധപ്പെട്ടോ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ടോ ഉള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ ഒരു മൊബൈൽ ആപ്പ് സംവിധാനം കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നർത്ഥം. ഈ കാണുന്ന ചിത്രത്തിൽ ഇന്ത്യയുടെ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ്, വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ നമ്മളുടെ കൊച്ചു കേരളം ഉൾപ്പെടുന്ന പ്രദേശം 115 പോളിംഗ് സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന 3ാമത്തെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗോപി,
ഇത്രയുമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളായി പറഞ്ഞിരിക്കുന്നത്. അരുൺ, ഈ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരുൺ ഈ പറഞ്ഞ സവിശേഷതകളിൽ ഒന്ന്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നീതിപൂർവം, സുതാര്യമായി, സത്യസന്ധമായി, സ്വതന്ത്രമായി നടത്താൻ വേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. അതായത് VVPAT കാര്യത്തിലായാലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലായാലും വോട്ടർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു മൊബൈൽ ആപ്പ് വഴി ഉദ്യോഗസ്ഥരെ അറിയിക്കാനുള്ള സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും GPS സുരക്ഷ ഉറപ്പാക്കിയ കാര്യത്തിലായാലും സൂക്ഷ്മമായ തലത്തിൽ അതിശക്തമായ നിരീക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള കൃത്രിമ സാധ്യതകൾക്കുമുള്ള പഴുതുകൾ അടച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങിയിട്ടുള്ളത്. അതിന് സുസജ്ജമായി കഴിഞ്ഞു, അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മഞ്ചേശ്വരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള വഴിയുമുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പും ഏപ്രിൽ 23 തന്നെ നടക്കും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇനി 43 ദിവസമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ളത്. അവർക്ക് അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള മുദ്രാവാക്യങ്ങൾ, അവർക്ക് നൽകാനുള്ള വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള 43 ദിവസമാണ് കേരളത്തിൽ ഇനി രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത്. നമുക്കറിയാം, ഇടതു മുന്നണി മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങാൻ വേണ്ടി സുസജ്ജമായിട്ടുള്ളത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അവരുടെ പ്രചാരണം ഇതിനോടകം തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു. UDFും NDAയും അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഏതായാലും വളരെ പെട്ടെന്ന്, അതായത് UDFിനും NDAയും സംബന്ധിച്ച് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം, സ്ഥാനാർത്ഥി നിർണയം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായി മാറും. സ്വാഭാവികമായും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ തെളിയാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നതും ഈ രാജ്യത്തെ പൊതുവായ തെരഞ്ഞെടുപ്പ് ചിത്രം അവതരിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ഏതൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു, സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം എത്ര, അവരുടെ സ്വാധീന മേഖലകൾ ഏതൊക്കെ, ജാതി സമവാക്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു, എന്ത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പോകുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഇന്ത്യൻ ജനതയ്ക്കൊപ്പം കേരളത്തിലെ ജനങ്ങൾ കൊണ്ടു നടക്കുന്നത്, ശബരിമലയും പെരിയും അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം വിഷയമായി മാറും എന്നുള്ളതാണ്. ഗോപി, ഇതോടൊപ്പം തന്നെ ശ്രദ്ധേയമാണ് ദേശീയ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും. ഒരുപക്ഷെ നമ്മൾ വരാൻ പോകുന്ന ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തീരേണ്ടതുണ്ട്. നമുക്കൊപ്പം നമ്മുടെ സീനിയർ ന്യൂസ് എഡിറ്റർ വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, വെൽക്കം ടു ദ ഡിസ്കഷൻ. നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ പെട്ടെന്ന് ദേശീയമായിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ദേശീയ തലത്തിലുള്ള നിലവിലുള്ള സാഹചര്യം കൂടി നമുക്കൊന്ന് വിലയിരുത്തിയതിനു ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് കേരളത്തിന്റെ അവസ്ഥയിലേക്ക് വരാം. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇലക്ഷൻ അനാലിസിസിൽ നമ്മൾ പ്രധാനമായും നിലവിൽ 2019 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദേശീയ രംഗത്തെ വളരെ പെട്ടെന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നു. അതിനുശേഷം നമ്മൾ കേരളത്തിന്റെ 20 മണ്ഡലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരികയും ചെയ്യുന്നു. നമുക്ക് നേരെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലേക്ക് പോവുകയാണെങ്കിൽ 2014 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ചിത്രം ഇതായിരുന്നു. BJP വളരെ പ്രോമിസിംഗ് ആയ രീതിയിൽ ഒരുപക്ഷെ 31-32% വോട്ട് നേടി 543 സീറ്റുകളിൽ 282 സീറ്റ് നേടി ഒറ്റക്കക്ഷിയായി നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിൽ 2014 BJP അധികാരത്തിലേക്ക് വന്ന ചിത്രം. ഈ 2014 ശേഷം BJPക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും അതോടൊപ്പം തന്നെ 2014 വിജയൻ 2014 BJPയെ സംബന്ധിച്ച് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദി വേഴ്സസ് ദ റെസ്റ്റ് എന്ന നിലയിലേക്ക് ആ തിരഞ്ഞെടുപ്പ് മാറിയിരുന്നു. ആ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത മോദി പ്രഭാവം അല്ലെങ്കിൽ മോദിയുടെ വ്യക്തിത്വം, ദ മോദി ഇമേജ്, നമോ എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2014 എങ്ങനെയാണോ BJP നരേന്ദ്രമോദിയെ അവതരിപ്പിച്ചത്, അത് വേറൊരു പതിപ്പാണ് നമ്മളിപ്പോൾ ഈ സംസാരത്തിൽ ഈ നിമിഷം കാണുന്നത്. കാരണം അവിടെ വികസനത്തെ പറ്റി BJP പറയുന്നുണ്ട്, ദേശീയതയെ പറ്റി പറയുന്നുണ്ട്, BJPയുടെ പരമ്പരാഗത ഹിന്ദുത്വം എന്ന മുദ്രാവാക്യമുണ്ട്. ഇത് മൂന്നും ചേർത്തിട്ട് നരേന്ദ്രമോദിയെ പുനരവതരിപ്പിക്കുകയാണ് BJP എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും മോദിയും മറ്റുള്ളവരും എന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാൻ ആദ്യ ലാപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ അരുൺ, നരേന്ദ്രമോദിക്ക് 2014 അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ പാർട്ടിക്കോ പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു സ്റ്റാച്ചുവർ, ആ ഒരു വലുപ്പം,
ആ പ്രതിച്ഛായയ്ക്ക് 2019 എത്തുമ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നത് ദാറ്റ് വിൽ ബി ദ ബിഗ് ക്വസ്റ്റ്യൻ. ഗോപി, ദ ഗ്രൗണ്ട് റിയാലിറ്റീസ്, യാഥാർത്ഥ്യങ്ങൾ, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ നരേന്ദ്രമോദി എന്ന ഒരു സ്റ്റാറായി പറന്നു നടക്കുമായിരുന്ന കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരുപക്ഷെ ജനങ്ങൾ നേരത്തെ ക്യാമ്പയിനിൽ പ്രതീക്ഷിച്ചിരുന്ന പോലെ സൂപ്പർ അല്ലെങ്കിൽ ലാർജർ ദാൻ ഇമേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ലാർജർ ദാൻ റിയൽ എന്ന് പറയുന്ന ഒരു ഇമേജിന് അപ്പുറത്തേക്ക് മോദിക്ക് പോകാൻ കഴിയാതെ പോയി. ഹാർഷ് റിയാലിറ്റീസ് ഓൺ ഗ്രൗണ്ട്, എസ്പെഷ്യലി ഓൺ ഫാം ഗ്രൗണ്ട്സ്. വെറും ഗ്രൗണ്ടിലല്ല, നിലങ്ങളിൽ, കർഷക നിലങ്ങളിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഒരു പരിധിവരെ നരേന്ദ്രമോദിക്ക് തങ്ങളുടെ സംവിധാനങ്ങൾ ഡെലിവർ ചെയ്യുന്നതിൽ, സാധാരണക്കാരിലേക്ക്, ആം ആദ്മിയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ, അവരുടെ മൂല്യങ്ങൾ എത്തിക്കുന്നതിൽ, ഭരണ സംവിധാനത്തെ എത്തിക്കുന്നതിൽ ഒരു പരാജയം നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതിന് വിലയിരുത്തൽ കൂടിയാകുമ്പോൾ മാത്രമേ 2014 മോദിയുടെ സ്റ്റാച്ചർ 2019 ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടു. നമ്മളോടൊപ്പം ഒരു 8 മിനിറ്റ് നമ്മളോടൊപ്പം സവാദ് മുഹമ്മദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. സവാദ്, തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രചാരണത്തിന്റെ ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് രാജ്യം. നമ്മൾ സ്വാഭാവികമായി സവാദ് ചർച്ച ചെയ്യുന്നത് ഈ 2014 BJPക്കും NDAക്കും ഗുണം ചെയ്ത മോദി പ്രഭാവം, അതിൻ്റെ ഗ്ലോ ആൻഡ് ഗ്ലോറി, അതിൻ്റെ തിളക്കവും അതിൻ്റെ പ്രഭാവവും 2019 അതേപടി നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് 2018 ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ കാർഷിക രംഗത്ത് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളുടെ ലംഘനം, വികസന കാഴ്ചപ്പാടുകളിൽ വന്നിട്ടുള്ള വീഴ്ച തുടങ്ങിയ നിരവധി ഘടകങ്ങൾ അതിന് കാരണമായി പറഞ്ഞു കേട്ടിരുന്നു, നിരീക്ഷിക്കപ്പെടുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ മോദി പ്രഭാവത്തിൽ ഊന്നി തന്നെയായിരിക്കുമോ BJP ഇക്കുറിയും അവരുടെ പ്രതീക്ഷകളെ നട്ടുവളർത്തുന്നത്? തീർച്ചയായും ഗോപി, 2014 മോദിയെയും 2019 ഈ ഒരു സമയത്തുള്ള മോദിയെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യത്യാസം വളരെ പ്രകടമാണ്. 2014 മോദി ഒരു പുതിയ വികസന പുരുഷനായി രാജ്യത്ത് അവതരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ BJP അവതരിപ്പിക്കുകയായിരുന്നു. ആ ഒരു വികസന വായ്ത്താരിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തരംഗമുണ്ടായതും വലിയൊരു വിജയം BJPക്ക് നേടാൻ കഴിയുകയും ചെയ്തത്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം മോദി മുന്നോട്ട് വെച്ച വികസനം എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനം, അത് നമുക്കിപ്പോൾ ഇവിടെ BJPയുടെ പ്രചാരണങ്ങളിലോ അവരുടെ പ്രചാരണ യോഗങ്ങളിലോ എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നരേന്ദ്രമോദി അതുപോലെ തന്നെ BJPയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദേശസുരക്ഷയെക്കുറിച്ചാണ്, അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചാണ്, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശക്തികളെ നേരിടാൻ ഒരു ശക്തനായ നേതൃത്വം വേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം അദ്ദേഹം നേരത്തെ കൊണ്ടുവന്ന വാഗ്ദാനങ്ങൾ, മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, അത് എത്രത്തോളം നടപ്പിലായി? പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ തൊഴിൽ വലിയൊരു വിഷയമായി കഴിഞ്ഞ 40 വർഷത്തിനിടെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 1971 ശേഷം രാജ്യം ഇത്രയും വലിയ ഒരു തൊഴിലില്ലായ്മ കണ്ടിട്ടില്ല. അങ്ങനെ അത്രയും വലിയ തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമായി നിൽക്കുന്നു. ഒപ്പം തന്നെ ഗ്രാമീണ മേഖല, അത് കാർഷിക രംഗമെന്നില്ല, അസംഘടിത തൊഴിൽ മേഖല, ചെറുകിട വ്യാപാരം, ഇത്തരത്തിൽ ഈ ഗ്രാമീണ മേഖലകളിൽ മുഴുവൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സവാദ്, ഞാൻ തിരിച്ചു വരാം. നമ്മൾ 2017 അല്ലെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനമായും BJPക്ക് സംഭവിച്ച മാറ്റം, വോട്ടിന്റെ മാറ്റം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് തിരിച്ചു വരാം വളരെ പെട്ടെന്ന്. സവാദ്, നിലവിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP പോകുമ്പോൾ 2014 ഉണ്ടായിരുന്ന ഇത്രയും വലിയൊരു ടാലി, ആ ടാലി ഇപ്പോൾ BJPയുടെ ഒരു കോൺഫിഡൻസ് ആയി നിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, BJPയുടെ വോട്ട് വളർച്ച നമ്മളൊന്ന് രേഖീയമായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ BJPയുടെ വോട്ട് വളർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമായി 91 മുതൽ 2014 വരെയുള്ള വോട്ടിന്റെ ഒരു മാറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷാർപ്പ് ഡിക്ലൈൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത് 1996 ശേഷം സംഭവിക്കുന്ന ഡിക്ലൈൻ. ഈ രണ്ടുപേരും കൂടി മെർജ് ചെയ്യുന്ന അവിടെയാണെങ്കിലും ഇപ്പോൾ BJP കയറിപ്പോയിരിക്കുന്നത് 2009 നിന്ന് BJP കയറിയിരിക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് 2014 ഗ്രോത്ത് എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത്രയും അധികം ഉയരത്തിലേക്ക് ഒരു ഷാർപ്പായിട്ടുള്ളൊരു കയറ്റം BJP നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കർവ് ഇനി 2019 വരുമ്പോൾ സ്വാഭാവികമായും നിലവിൽ നമ്മളിതിനെ ഒരു മധ്യത്തിലൊരു ലൈൻ വലയ്ക്കാണെങ്കിൽ മീഡിയേഷൻ കിടക്കുന്ന ഒരു ലൈൻ നോക്കൂ, ഒരു 25% അല്ലെങ്കിൽ 30% എന്ന് പറയുന്ന ഒരു വോട്ട് പാറ്റേണിലേക്ക് BJP താഴ്ന്നു പോയാൽ ഇന്റർനാഷണൽ കോൺഗ്രസ് മാത്രമാണോ മുന്നോട്ട് പോവുക? മൂന്നാമത്തെ ഒരു ലൈൻ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങിയ ഏറ്റവും പ്രസക്തമായ ഒരു രാഷ്ട്രീയ ചോദ്യമാണത്. കാരണം ഇപ്പോൾ ഈ കാണുന്ന വിടവ്, ഈ വിടവിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ മോദി എന്ന ഇമേജിന്റെ വളർച്ചയാണ്
BJPയുടെ വോട്ടിൽ ഇത്രയും വലിയൊരു ഹൈറ്റിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് നേരെ അല്ലെങ്കിൽ UPAക്ക് നേരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ, രാജ്യം വളരെ സജീവമായി അന്ന് ചർച്ച ചെയ്ത, വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് സമൂഹം കണ്ട അഴിമതി എന്ന സ്പെക്ട്രം 2G സ്പെക്ട്രം അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച, ഇതിൽ നിന്നാണ് ഈ വലിയ അന്തരം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഈ ഗ്രാഫിൽ മൂന്നാമതൊരു വരി കൂടി, അതായത് പ്രാദേശിക കക്ഷികളുടെ ഒരു കൂട്ടായ്മയുടെ നമുക്കിത് വിശദീകരിക്കാൻ കഴിയും. 2014 മുതൽ 2017 വരെ BJPയുടെ വളർച്ച അഭൂതപൂർവമായിരുന്നു. ഒരുപക്ഷെ 1951 ശേഷം ഇന്റർനാഷണൽ കോൺഗ്രസ് 1957 വരെ നിലനിർത്തിയ ഒരു അപ്രമാദിത്വമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ അപ്രമാദിത്വം സ്ഥാപിച്ച ഒരു ഘടകമുണ്ടായിരുന്നു. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ 2014 ഒരുപക്ഷെ ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ ഒരു ചെറിയ പ്രദേശം മാത്രം 7 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJP ഒതുങ്ങിയിരുന്നതെങ്കിൽ 2017 ആയപ്പോഴേക്കും 19 സംസ്ഥാനങ്ങളിലേക്ക് വിജയൻ BJP പടരുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കൊന്നും BJPക്ക് ഒരിക്കലും കടന്നു കയറാൻ കഴിയില്ലെന്ന ധാരണയുണ്ടായിരുന്ന സമയത്താണ് മുഴുവൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ഒന്നൊഴികെ BJP പിടിച്ചടക്കുന്നത്. കശ്മീരിലേക്ക് BJP എത്തുന്നു, സൗത്തിൽ കർണാടക, ഇങ്ങനെ BJP അതിന്റെ പ്രഭാവം വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അരുൺ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇതിലെ കാതലായ പ്രശ്നം, റൂറൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പോയിന്റ് വിജയൻ നമുക്ക് ഈ ഗ്രാഫിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഈ രാഷ്ട്രീയ മാറ്റം 2017 മുതൽ 2018 വരെ നിലനിന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2017 ശേഷം സാവധാനമായി ഹൃദയഭൂമികളിൽ നിന്ന് അടരാൻ തുടങ്ങുന്നതിന്റെ ചിത്രം കിട്ടുന്നു. 2019 ആകുമ്പോഴേക്കും ഇതിന്റെ ചിത്രം വ്യത്യസ്തമാവുന്നു. 2019 ഈ കാണുന്ന നീല നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രദേശങ്ങളിലേക്ക് കോൺഗ്രസ് ഡൊമിനൻസ് കയറി വരുന്നു. ഹിന്ദി ഹാർട്ട്ലാൻഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, നോക്കൂ, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു ബെൽറ്റ് മുഴുവൻ കോൺഗ്രസ് അടർത്തി മാറ്റുന്ന അവസ്ഥയുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ചും മധ്യപ്രദേശും ഛത്തീസ്ഗഡും എടുത്തു പറയേണ്ട 2 സംസ്ഥാനങ്ങളാണ്. കാരണം അവിടെ BJPക്കുണ്ടായ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവർ തന്നെ തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും അപ്രതീക്ഷിതവും അത്രയും ആഴത്തിലുള്ള മുറിവുമായിരുന്നു. പൊന്നാപുരം കോട്ടയായിരുന്നു BJPയുടെ പൊന്നാപുരം കോട്ട. അത് ഇടിഞ്ഞു പൊളിഞ്ഞത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുസ്വപ്നമാണ്, ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുറച്ചുകൂടി കൃത്യമെന്ന് നോക്കിയാൽ ഗോപി 2018 ഡിസംബർ 11 മുൻപ് വീണ്ടും BJPക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം 2018 ഡിസംബർ 11 ശേഷം നിർണായകമായ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വീണ്ടും ഇടിയുന്നതായിട്ട് കാണുന്നു. ഈ ഏകദേശം BJPയുടെ സാന്നിധ്യത്തിനുണ്ടായിരുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഗുജറാത്ത് മുതൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വരെ ഇന്ത്യയുടെ മധ്യഭാരതത്തെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് BJPയുടെ കാവി നിറം താമര പടർന്നു കിടന്നിരുന്നുവെങ്കിൽ 2018 ഡിസംബർ 11 ശേഷം ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫീൽ ഉണ്ടാക്കാൻ, ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് വികസന പ്രക്രിയയിലൂടെ ഉണ്ടാക്കാൻ BJPക്ക് ഈ 2019 കഴിഞ്ഞോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ടാക്കാൻ സ്വാഭാവികമായും ഇപ്പോൾ അവർക്ക് പാകിസ്ഥാന്റെ നേരെയുള്ള ഒരു ആക്രമണം, ഭീകരാക്രമണ ശേഷമുള്ള ഒരു സാഹചര്യം അതിന് വഴിയൊരുക്കിയിട്ടുണ്ട് അല്ലെ വിജയൻ? അത് സ്വാഭാവികമായിട്ടും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് ഒരു ദേശീയത എന്ന വികാരത്തെ ഈ ഘട്ടത്തിൽ ഉണർത്താനുള്ള ശ്രമം സ്വാഭാവികമായി നടത്തും. പ്രത്യേകിച്ച് BJP പോലൊരു പാർട്ടി ആകുമ്പോൾ ദേശീയത എന്നത് അതിന്റെ ബ്ലഡിലുള്ളതാണ്. സ്വാഭാവികമായും അത് നന്നായി ഉപയോഗിക്കും, വ്യാപകമായി ഉപയോഗിക്കും. ഇത് BJP മാത്രമല്ല, എങ്ങനെയാണ് 71 ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത്? ഇന്ദിരാഗാന്ധി ആഭ്യന്തര പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി സ്വാഭാവികമായും അതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണെങ്കിൽ പോലും അത് ഈ ദുർഗ എന്ന് പറയുന്ന ഒരു ഇമേജ് പോലും ഇന്ദിരാഗാന്ധിക്ക് ചാർത്തി കൊടുക്കുന്നത് 1971 അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവർ നമ്മളെ സഹായിച്ചു. ആദ്യം പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു, അവർ നമ്മളെ സഹായിച്ചു എന്നാണ്. കാരണം ഒരു സമാനമായ പ്രതികരണം യെദ്യൂരപ്പ നടത്തിയിട്ടുണ്ട്. അതെ അതെ, വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. യെദ്യൂരപ്പ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആ അർത്ഥത്തിൽ ഒരു ഇമ്മച്ചുറായ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അത് BJPക്കുള്ളിലുള്ള ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഒരു അറ്റാക്കിന് ശേഷമുള്ള പൊളിറ്റിക്കൽ വോട്ട് ബാങ്കെ കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ പ്രസംഗം. പാകിസ്ഥാൻ മോദി അടിച്ചു എന്ന് അവർ നിലവിളിച്ച് കരഞ്ഞു എന്നാണ് മോദി. അതായത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ കൃത്യമായി ഈ പാകിസ്ഥാനെ നേരിടാൻ പ്രാപ്തിയുള്ള പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ പ്രാപ്തിയുള്ളൊരു രാജ്യമായി ഇതിനെ മാറ്റിയത് ഞാനാണ് എന്നൊരു ഇമേജിനെ മോദി പരമാവധി, നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ ഇന്നലെ മോദി പറഞ്ഞത് മോദി ആക്രമിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞ പാകിസ്ഥാനെ കുറിച്ചാണ്. 21 പ്രതിപക്ഷ പാർട്ടികൾ എനിക്കെതിരെ എന്നെ ശത്രുവായി കാണുന്നു എന്ന് മോദി പറഞ്ഞിടത്താണ്. അതായത് ദേശസ്നേഹം അല്ലെങ്കിൽ ദേശീയത അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും പ്രാപ്തിയുള്ള നേതാവ് തുടങ്ങിയ വിശേഷണങ്ങളിൽ ഊന്നിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവ് ഞാൻ തന്നെയാണ് എന്ന പ്രതിച്ഛായമാണ് മോദി പുറത്തേക്ക്. പാർലമെന്റ്
പാർലമെന്ററി ബോർഡ് BJPയുടെ കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി ബോർഡിലെ പ്രധാനപ്പെട്ട വിഷയം, ചർച്ചാ വിഷയം ദേശീയത എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കണം എന്നുള്ളത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികളൊക്കെ പാട്ടാണെങ്കിലും ഡ്രാമയാണെങ്കിലും അഭിനന്ദന്റെ ചിത്രം അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സൈനികരുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. തീവ്ര ദേശീയതയുടെ ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള BJPയുടെ ക്യാമ്പയിനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം വിജയ. നമുക്ക് 2014 ഇലക്ഷൻ 2009 ഇലക്ഷനും തമ്മിൽ മൂന്നാം മുന്നണിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൂടി. മൂന്നാം മുന്നണി എന്നുള്ളത് ഏറെക്കുറെ നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെറ്റാഫറിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ മൂന്നാം മുന്നണി എന്നുള്ളത് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഒരു മൂന്നാം മുന്നണിയല്ല, പകരം ഒരു പ്രാദേശിക കക്ഷികളുടെ ഒരു ഗ്രാൻഡ് അലയൻസസ് ലെഡ് ബൈ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ മഹാഗാഠ്ബന്ധൻ എന്ന പേരിൽ ഒരുപക്ഷെ മുലായം സിംഗ് യാദവും മായാവതിയും നിയന്ത്രിക്കുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിന്റെ ഒരു പ്രാദേശിക കക്ഷികളുടെ സമന്വയവുമാണ്. പക്ഷേ ആ മഹാഗഠബന്ധന്റെ വിജയം നമ്മൾ ആദ്യം കണ്ടത് ബീഹാറിലാണ്. എക്സാക്ട്ലി 2009 ഈ പറയുന്ന മൂന്നാം മുന്നണിക്കുള്ള സാധ്യതകൾ രൂപപ്പെട്ടു വന്നത് ഒരുപക്ഷെ ഈ ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ ചില പ്രാദേശിക ഘടകങ്ങളെ മൂന്നാം മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ അന്ന് ഇടതുമുന്നണി ശക്തമായൊരു നിലയിലായിരുന്നു. 2004-2009 ഇടതുമുന്നണി ലോക്സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം സാന്നിധ്യം അറിയിച്ച വർഷങ്ങൾ. 2014 ആകുമ്പോഴേക്കും ആ മൂന്നാം മുന്നണി എന്നുള്ളത് ശിഥിലമായി പോകുന്ന അവസ്ഥ. CPIM എന്ന് പറയുന്ന പാർട്ടി വിശിഷ്യ പശ്ചിമ ബംഗാളിൽ നിന്ന് ത്രിപുരയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ദേശീയ പാർട്ടി എന്ന സ്റ്റാറ്റസ് പോലും ഒരുപക്ഷെ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് 2019 CPIM എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. നേതൃത്വം ദേശീയ ഒരു മൂന്നാം മുന്നണിക്ക് നേതൃത്വം നൽകാൻ കഴിയാത്ത അവസ്ഥ. ഈ ഘട്ടത്തിലാണ് നമ്മൾ 2019 17 തെരഞ്ഞെടുപ്പിലേക്ക്. അല്ല, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഈ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ സവിശേഷതയായി പറയുന്നത് പ്രാദേശിക പാർട്ടികൾ കരുത്താർജിക്കുന്ന, അവർ നിർണായകമായി മാറുന്ന, അവരുടെ കയ്യിൽ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ്. അതായത് പണ്ട് ഏതെങ്കിലും മുഖ്യധാര രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നെങ്കിൽ ഇത്തവണ പ്രാദേശിക കക്ഷികളുടെ കൂട്ടായ്മയും അവരുടെ രാഷ്ട്രീയവുമായിരിക്കും തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പറയുന്ന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത്. ഇപ്പോൾ അത് സമാജ്വാദി പാർട്ടിയുടെ കാര്യത്തിൽ, BSPയുടെ കാര്യത്തിൽ, ഇവിടെ പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിലൊക്കെ അത് തന്നെയാണ് റിഫ്ലക്ട്. എനിക്ക് തോന്നുന്നു ആ മൂന്ന് പാർട്ടികളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ ഒരു TDP ഉണ്ട്. ഒരുപക്ഷെ മമതാ ബാനർജിയുടെ കാര്യത്തിൽ മമതയ്ക്ക് വലിയ വെല്ലുവിളികളില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന അഭിപ്രായ സർവേകളും പറയുന്നത്. മമതയും മായയും അഖിലേഷും ചേർന്നിട്ട് ഒരു സർക്കാർ ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന മട്ടിൽ റിയൽ കോalition അല്ലേ, പക്ഷേ അവിടെയും ഈ തർക്കങ്ങൾ നിലനിൽക്കും എന്നുള്ളതാണ്. അതായത് ആര് പ്രധാനമന്ത്രിയാകണം, അവിടെ അഖിലേഷിന് താല്പര്യമുണ്ട്, മായാവതിക്ക് താല്പര്യമുണ്ട്, ഇവിടെ മമതയ്ക്ക് താല്പര്യമുണ്ട്. അതൊരു സ്വസ്ഥമായ ഒരു മുന്നണിയായി നിൽക്കുമോ എന്നുള്ളതാണ്. നമ്മൾ ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ BJPയുടെ വോട്ട് വിഹിതം കൂടി സ്വാഭാവികമായും നമുക്കൊന്ന് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് കേരളത്തിന്റെ 20 മണ്ഡലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. കേരളത്തിലെ BJPയുടെ വോട്ട് വിഹിതം 2016 അസംബ്ലി ഇലക്ഷനും 2014 ലോക്സഭ ഇലക്ഷനും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2014 മുൻപ് 2014 വരെയുള്ള BJPയുടെ ഗ്രോത്ത് 2004 ലോക്സഭയിൽ BJP ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. 2004 അത് ഓർമ്മിക്കണം, അത് 10.4% ആണെങ്കിൽ അത് 2014 ആകുമ്പോഴേക്കും 10.5%. തുടങ്ങുന്നത് നോക്കൂ, 1.8% നിന്നാണ് BJPയുടെ വളർച്ച ആരംഭിക്കുന്നത്. 1.8%. ദേശീയ തലത്തിൽ തന്നെ അങ്ങനെയാണ്, 2 സീറ്റിൽ നിന്നാണല്ലോ BJP വളർന്നു വരുന്നത്. അപ്പോൾ 1.8% നിന്ന് 10.5% കേരളത്തിൽ BJPയുടെ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. ആ ഗ്രാഫ് തന്നെ കാണുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നു. പക്ഷേ 10.5 എന്നുള്ളത് ഒരു 15% എത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ദാറ്റ് വിൽ ബി ഡിസിസീവ് തിങ്. അസംബ്ലി നോക്കണം, അസംബ്ലിയും ഏകദേശം സമാനമായ ഒരു ഫിഗർ നമുക്ക് തരുന്നുണ്ട്. അല്ല, ആ ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ച് ഇക്കുറി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങുമ്പോൾ അവർക്കുണ്ട്. കാരണം അവിടെ വോട്ട് ഷെയർ വലിയ രീതിയിൽ വളർത്താൻ കഴിയുമെന്നുള്ളത്. പിന്നെ അരുൺ, ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തിന്റെ അധികാര പദവിയിലേക്ക് ഈ പാർട്ടി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമാണ് അതിന്റെ റിഫ്ലക്ഷൻസ് കേരളത്തിൽ ഉണ്ടാകുക എന്നുള്ളത്. അതിന് ആനുപാതികമായ ഒരു വളർച്ച ഉണ്ടായിട്ടുമില്ല യഥാർത്ഥം. അതാണ് ഗോപി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 15% വോട്ട് കിട്ടി എന്നത് BJPയെ സംബന്ധിച്ചൊരു ന്യായമായി പറഞ്ഞിട്ട് കാര്യമില്ല. ത്രിപുരയിൽ ഭരണം പിടിച്ച പാർട്ടി കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് സംഘടന പരാജയം എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന അത്രത്തോളം അതിനെ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ഈ സാമൂഹിക പശ്ചാത്തലവും മൊത്തം ഇതിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതികളൊക്കെ കുറെ സങ്കീർണതകളുണ്ട്. അത് BJPയുടെ ഒരു പരമ്പരാഗത അവരുടെ പ്രവർത്തന രീതിയുമായി ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുമുണ്ട് കേരളത്തെ സംബന്ധിച്ച്. 2019 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ കൂടി അറിയണം. 2014 വരെ
സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ എണ്ണം ഏറെക്കുറെ കുറവായിരുന്നെങ്കിൽ 2014 ആകുമ്പോഴേക്കും ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ പുരുഷന്മാർക്കൊപ്പം തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു എംപവറിംഗ് ഇന്ത്യ, എംപവറിംഗ് വുമൺ വോട്ടേഴ്സ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഒരു ചെറിയ കാര്യമല്ല. വിസ്മയകരമായ കാര്യമാണ്. നോക്കണം, 1981 മുതലുള്ള കണക്ക് നോക്കുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന പുരുഷനും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സ്ത്രീയും തമ്മിൽ ഒരു വിടവുണ്ട്. 2014 ആകുമ്പോഴേക്കും ആ വിടവ് അവസാനിക്കുന്നു. 100 പുരുഷന്മാർ പോയാൽ 99 സ്ത്രീകളും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വോട്ടിംഗ് എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റിയുമായി മുഖാമുഖം നിൽക്കുന്നവരാണ് സ്ത്രീകൾ എന്നുള്ളത്. സ്ത്രീകളുടെ വോട്ട് ആർക്ക് അനുകൂലമായി തീരും എന്നുള്ളത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ഒരു പരിധിവരെ പുരുഷന്മാർ ഒരു വളരെ ചെറിയ പോയിന്റ് ഓഫ് ഡിഫറൻസിൽ മാത്രമാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വോട്ടേഴ്സ് 2014 2019 ഐ പ്രിഡിക്റ്റ് ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ആവുകയോ ഒരുപക്ഷെ ഫീമെയിൽ വോട്ടേഴ്സ് മെയിൽ വോട്ടേഴ്സിനേക്കാൾ കൂടുതലായി 2014 വോട്ട് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ, ഒരു നേരിയ പെർസെന്റേജ് എങ്കിലും ഉണ്ടെങ്കിൽ, സംടൈംസ് ഇലക്ഷന്റെ ഒരു റിസൾട്ടിനെ വെരി ഗുഡ് പോസിറ്റീവ് സൈൻ അരുൺ. കാരണം എന്ന് വെച്ചാൽ രാജ്യത്ത് സ്ത്രീകൾ കൂടുതൽ ഈ അരുൺ പറഞ്ഞതുപോലെ ഇതൊരു എംപവറിംഗ് ഇന്ത്യയുടെ കൃത്യമായ ഒരു റിഫ്ലക്ഷൻ അത്. അതായത് അവരും ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ അവരുടെ ശക്തി അവർ തിരിച്ചറിയുകയും അവരുടെ കരുത്ത് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഈ സ്ത്രീകളുടെ വോട്ട് വളരെ വളരെ നിർണായകമാണ്. കാരണം അവർ ഈ പറഞ്ഞതുപോലെ ഒന്ന് അവർ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ടുള്ള അവരുടെ ചില കാഴ്ചപ്പാടുകളും അത്തരം കാര്യങ്ങളെല്ലാം ഈ വോട്ടിങ്ങിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ട്രൂലി എന്താണ് വളരെ വെൽക്കമിംഗ്. ജെൻഡർ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ ഇത് ആർക്കായിരിക്കും ടിൽറ്റ് ചെയ്യാൻ അനുകൂലമായി? ഇക്കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുള്ള. കേരളം പോലെ വളരെ പൊളിറ്റിക്കലായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീ വോട്ടർമാർ നാഷണൽ ആണ് കേട്ടോ, നാഷണൽ ആണ്. ദേശീയ തലത്തിലാണെങ്കിൽ അത് നിർണായകം തന്നെയാണ്. അവിടെയും ഈ റൂറൽ ഇന്ത്യയുടെ പ്രശ്നം ഞാൻ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും. റൂറൽ ഇന്ത്യ അക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ടെങ്കിൽ അത് റൂറൽ ഇന്ത്യയിലെ, ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നായിരിക്കും നരേന്ദ്രമോദി അതിന്റെ ചൂടറിയാൻ പോകുക. ദാറ്റ് വിൽ ബി എ ഗുഡ് റിപ്ലൈ. നമുക്ക് സ്ത്രീ പുരുഷ വോട്ടുകളുടെ അനുപാതം നോക്കുമ്പോഴും എങ്ങനെയാണ് BJPക്കും ഇന്റർനാഷണൽ കോൺഗ്രസിനും വ്യത്യസ്തമായിട്ട് വിജയകുമാർ പറഞ്ഞതിനെ കൃത്യമായിട്ടും ശരിവയ്ക്കുന്നതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. മെയിൽ വോട്ടർമാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്ത്രീകളെ അപേക്ഷിച്ച് ഒരുപക്ഷെ BJPക്കായിരിക്കാം. അഥവാ BJPയെ പിന്തുണയ്ക്കുന്നവരിൽ കൂടുതൽ ആളുകളും പുരുഷന്മാരാണ്. നമുക്ക് പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണോ അത് പോകേണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതിലെനിക്കൊരു തർക്കവുമുണ്ട്. കാരണം അത്തരം കണക്കുകളൊന്നും വന്നിട്ടില്ലല്ലോ. 2014 വരെയുള്ള സ്ത്രീ വോട്ട് അനുപാതത്തിന്റെ സർവേ സ്റ്റഡീസ്, CSC സർവേകളാണ് എല്ലാം പറയുന്നത് മെയിൽ ഫീമെയിൽ വോട്ടർ റേഷ്യോയിൽ മെയിൽ വോട്ടേഴ്സ് പ്രിഫർ BJP ടു വുമൺ എന്നുള്ളതാണ്. പക്ഷേ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ തിരിച്ചാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ വിൽ ബി ഈക്വലി റെസ്പോൺസിബിൾ. പല കാരണങ്ങളുണ്ടാവാം. അത് എന്താണെന്നുള്ളത് പഠിക്കാൻ വേണ്ടി വരുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ വോട്ടേഴ്സിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ സംടൈംസ് ഒരു ജനറൽ തിയറി, അസംഷൻ തിയറി എന്ന് പറയുന്നത് അത് ഒരു പരിധിവരെ മറ്റൊന്നും ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് ക്യാൻ ബി അഗെയിൻസ്റ്റ് BJP എന്നുള്ളൊരു അസംഷനാണ്. പക്ഷേ ടു ഇയർലി ഗോപി പറഞ്ഞ പോലെ ടു ഇയർലി ടു അസ്യൂം സച്ച് കണക്ക് കൗതുകമുള്ളതാണ്. സോണിയാഗാന്ധി നയിക്കുന്ന ഒരുപക്ഷെ നിർമ്മലാ സീതാരാമനും സുഷമ സ്വരാജും ഒക്കെ എത്തുന്നതോടുകൂടി ഒരുപക്ഷെ ഇത് മാറുമായിരിക്കാം. പക്ഷേ സോണിയാഗാന്ധി നയിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടി എന്നൊക്കെ ഉള്ളതാവാം. അതുകൊണ്ടായിരിക്കുമോ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാവുക. വോട്ടുകളുടെ കൂടി ജെൻഡർ വോട്ട് മാറ്റേഴ്സ്. നമ്മൾ ഇനി യങ് വോട്ടേഴ്സിന്റെ കാര്യം വരികയാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു തിരിച്ചൊരു വ്യത്യാസം കാണാം. കാര്യം ആസ്പയറിംഗ് ഇന്ത്യ അവർ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. 2014 യങ് വോട്ടേഴ്സിന്റെ ഭൂരിപക്ഷം വോട്ടുകളും പോയത് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ 2 വർഷത്തെ UPA ഗവൺമെന്റിന്റെ അവസാനത്തെ നിരാശാജനകമായ പ്രകടനം. ഒപ്പം നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ വയ്ക്കാൻ കഴിയാതെ പോയതിന്റെ അവസ്ഥ. രാഹുൽ ഗാന്ധിക്ക് ഒരു യങ് ഇന്ത്യയുടെ ഇമാജിനേഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയാതെ പോയി, ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയത് ഒക്കെ കാരണമായിരിക്കാം. പക്ഷേ ഇത്തവണ 8.4 crore യങ് വോട്ടേഴ്സ് ദാറ്റ് ഈസ് ഫെന്റാസ്റ്റിക്. കാരണം അരുൺ, എനിക്ക് തോന്നുന്നു നേരത്തെ ഈ ജെൻഡർ വോട്ടിനേക്കാൾ ദിസ് സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ റിയാലിറ്റി. കാരണം ഈ യങ് വോട്ടേഴ്സിൻ്റെ കാര്യം, കാരണം ഒരു യങ് ഇന്ത്യ, ഒരു വൈബ്രന്റ് ഇന്ത്യ, ഒരു ഡെവലപ്പിംഗ് ഇന്ത്യ എന്ന കോൺസെപ്റ്റാണ്. കാരണം മാത്രമല്ല ഈ നരേന്ദ്രമോദി 2014 ഇലക്ഷനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഏറ്റവും അധികം സക്സസ്ഫുള്ളായി ഉപയോഗിച്ച ഒരു മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതൊരു അർബൻ സ്ട്രീറ്റിനെ, അർബൻ കൾച്ചറിനെ അഡ്രസ്സ് ചെയ്യുകയാണ്, യൂത്തിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ ഒരു ഡെവലപ്മെന്റ്
ഡെവലപ്മെന്റിന്റെ ഒരു ഐക്കണായി നരേന്ദ്രമോദി മാറി. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആ തെരഞ്ഞെടുപ്പിൽ കണ്ടു അല്ലെ വിജയൻ? തീർച്ചയായും അത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവ്, കുറച്ച് വിഷൻ ഉണ്ട് അദ്ദേഹത്തിന്, അദ്ദേഹം അത് നന്നായി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു 2014 അദ്ദേഹത്തിന് ഗുണം ചെയ്തു. പക്ഷേ ഈ തവണ തൊഴിലില്ലായ്മ എന്ന വലിയ പ്രശ്നത്തെ ഈ അഭിമുഖീകരിക്കുന്ന ചെറുപ്പക്കാരാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് അവരും നരേന്ദ്രമോദിയുടെ ഭരണത്തോടുള്ള റിയാക്ഷൻ അവിടെ ഉണ്ടാവും. അതായത് എനിക്കൊന്ന് നാഷണലിസ്റ്റ് ഫീലിംഗ്സ് ഈക്വൽ ടു രണ്ട് നെഗറ്റീവുകൾ. ഒന്ന് ഗ്രാമീണ മേഖലയിലുള്ള പുവർ ഡെലിവറി മെക്കാനിസം പ്ലസ് തൊഴിലില്ലായ്മ. ആ തൊഴിലില്ലായ്മ കൊണ്ടുണ്ടാക്കിയ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. നേരത്തെ സവാദ് പറഞ്ഞതുപോലെ കണക്കുകൾ വരുമ്പോൾ 7.2% വർധനവാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകൾ. നമുക്ക് വളരെ പെട്ടെന്ന് ഇനി കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഏപ്രിൽ മാസം 23-ാം തീയതി 3ാം ഘട്ടത്തിൽ കേരളം 115 പോളിംഗ് ബൂത്ത് മണ്ഡലങ്ങൾക്കൊപ്പം പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഒരു പരിധിവരെ തുടക്കത്തിൽ ഇടതുമുന്നണി ഒരു എഡ്ജ് നേടിയിട്ടുണ്ട് പ്രചരണത്തിൽ. കാരണം അവർ നേരത്തെ തുടങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 20 സ്ഥാനാർത്ഥികളും പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ 20 മണ്ഡലങ്ങളിലെ 20 സ്ഥാനാർത്ഥികളെയും LDF പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ ഞങ്ങൾ ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. വളരെ പെട്ടെന്ന് നമുക്ക് ഈ സ്ഥാനാർത്ഥികളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരത്ത് നിന്നും സി ദിവാകരൻ, ആറ്റിങ്ങലിൽ എ സമ്പത്ത്, കൊല്ലത്ത് നിന്നും KN ബാലഗോപാൽ, ദെൻ വീണ ജോർജ് ചിറ്റയം മാവേലിക്കരയിൽ, ജോയ്സ് ജോർജ് ഇടുക്കിയിൽ, KN വാസവൻ കോട്ടയത്ത്, ആരിഫ് മലപ്പുറത്ത്, P രാജീവ് എറണാകുളത്ത്, ഇന്നസെന്റ് ചാലക്കുടിയിൽ, രാജാജി മാത്യു തൃശ്ശൂരിൽ, PK ബിജു ആലത്തൂരിൽ, MB രാജേഷ് പാലക്കാട്, മലപ്പുറത്ത്, കോഴിക്കോട് എ പ്രദീപ് കുമാർ, വയനാട്ടിൽ PP സുനീർ, P ജയരാജൻ വടകര, ശ്രീമതി ടീച്ചർ കാസർഗോഡ്, സതീഷ് ചന്ദ്രൻ KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ്. അതായത് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ പടയായി ആ യുദ്ധത്തിനുള്ള ഒരുക്കമായി. ഗോപി, ആക്ച്വലി നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം, തെരഞ്ഞെടുപ്പ് ദിവസം വരുന്ന ദിവസങ്ങളിൽ 3 സ്ഥാനാർത്ഥികളെ 3 ലെയറുകളായി നമുക്ക് കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് സാധിച്ചുള്ളൂ. UDFന്റെ എനിക്ക് തോന്നുന്നു വിജയൻ ഇന്നത്തെ ഏറ്റവും നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 2 days മുല്ലപ്പള്ളി അനുസരിച്ച് കഴിയില്ലല്ലോ. കാരണം ഇനിയിപ്പോൾ പ്രചാരണത്തിലേക്ക് ഇറങ്ങുക, അതിൽ വേറെ താമസമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈക്കമാൻഡ്, സ്ക്രീനിംഗ് കമ്മിറ്റി അങ്ങനെ പറഞ്ഞിട്ട് താമസിപ്പിക്കാൻ കഴിയില്ലല്ലോ. തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലെത്തിയല്ലോ. എനിക്കൊന്നും NDA മുന്നണി കൊടിയേരി ബാലകൃഷ്ണൻ ആ കാര്യത്തിൽ തന്നെ ഒരു എഡ്ജ് എടുക്കുകയും ചെയ്തു സമ്മേളനത്തിലൂടെ. ക്രൂഷ്യലാണ്. നേരത്തെ അവർ ഓടി തുടങ്ങുകയാണ് അത് മുന്നണി. നമുക്ക് നോക്കാം നിലവിൽ 20 മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ അവസ്ഥ. ഓരോ മണ്ഡലങ്ങളിലെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ഒപ്പം മത്സരിക്കാൻ വരുന്ന UDF കാൻഡിഡേറ്റുകൾ ആരൊക്കെയായിരിക്കും സാധ്യത, അങ്ങനെ സാധ്യത വന്നാൽ എന്തായിരിക്കും അവരുടെ വിജയ സാധ്യത, ഇതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാസർഗോഡ് നിന്നും നമുക്ക് തുടങ്ങാം. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ സതീഷ് ചന്ദ്രനാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. CPM മുൻ ജില്ലാ സെക്രട്ടറിയാണ് സതീഷ് ചന്ദ്രൻ. കാസർഗോഡ് P കരുണാകരൻ 2014 6,921 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റിലേക്ക് പോയത്. ഓർമ്മിക്കണം ഗോപി, ഇത് 2009 P കരുണാകരൻ നേടിയ വോട്ടിനേക്കാൾ വളരെ കുറവാണ്. P കരുണാകരൻ തുടർച്ചയായി 3 തവണ ഭൂരിപക്ഷത്തിന് കുറവാണ്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ P കരുണാകരൻ കഴിഞ്ഞ തവണ ഒരു സ്ലൈറ്റ് ഡിക്ലൈൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് KP സതീഷ് ചന്ദ്രൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഇത്തവണ മത്സരിക്കാൻ പോകുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രൻ മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ KP സതീഷ് ചന്ദ്രനെ എതിരിടാൻ വേണ്ടി 2 സ്ഥാനാർത്ഥികളുടെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുബയ്യ റാവു. രണ്ടാമത്തെ ഒരു പേര് പറഞ്ഞു കേൾക്കുന്നത് ഒരു പരിധിവരെ സിദ്ദിഖിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ സജീവമായി തന്നെ സജീവന്. അപ്പം നമുക്ക് നോക്കാം. കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു ഭാഗത്ത് KP സതീഷ് ചന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, മറുഭാഗത്ത് സുബയ്യ റായി ആണ് കാസർഗോഡ് സതീഷ് ചന്ദ്രന്റെ എതിരാളിയായി മത്സരിക്കുന്നതെങ്കിൽ നിലവിലൊരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പലതരം സംശയങ്ങളുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ടു ഏർലി ടു പ്രെഡിക്റ്റ്. പക്ഷേ പെരിയ അടക്കമുള്ള വിഷയങ്ങൾ സജീവമാണ്. സുബയ്യ റായിയുടെ അച്ഛൻ നേരത്തെ തന്നെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ട് കാസർഗോഡ് നിന്ന്. അത്തരത്തിലുള്ളൊരു പാരമ്പര്യം ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ KP സതീഷ് ചന്ദ്രനെ നേരിടാൻ സുബയ്യ റായി അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആരായിരിക്കും എന്ന ചോദ്യം. സുബയ്യ റായി അല്ലെങ്കിൽ
അവിടെ ഒരു പക്ഷേ സിദ്ദിഖിനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി ടി വരും. സിദ്ദിഖ് ടി സിദ്ദിഖിനെ കോഴിക്കോട് കോഴിക്കോട് മണ്ഡലത്തിൽ സിദ്ദിഖിനെ പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷെ അതിലും ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് NDA ഒരു ശക്തമായ സാന്നിധ്യമാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഒരു 2 ലക്ഷത്തിൽ പരം വോട്ട് നേടിയ ആളാണ് കെ സുരേന്ദ്രൻ, കാസർഗോഡ് മണ്ഡലം. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു. അതായത് BJP എപ്പോഴും ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ്. ഇത്തവണയും ആ നിലയ്ക്കുള്ള പോരാട്ടം അവിടെ നടക്കാനാണ് സാധ്യത. കാസർഗോഡ് മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രന് എതിരാളിയായി വരാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ CK പത്മനാഭൻ, അതല്ലെങ്കിൽ ഒരുപക്ഷെ സുരേന്ദ്രൻ ഇത്തവണ കാസർഗോഡ് ജനവിധി തേടാനുള്ള സാധ്യത നിലവിലത്തെ അവസ്ഥയിൽ വിരളമാണ്. ഇപ്പോൾ കാസർഗോഡ് സുരേന്ദ്രന്റെ പേര് BJP പരിഗണിക്കുന്നില്ല. CK പത്മനാഭൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ CK പത്മനാഭനും മറുഭാഗത്ത് KP സതീഷ് ചന്ദ്രനും. നമ്മുടെ മുമ്പിൽ 2 ചിത്രങ്ങൾ. ഒന്ന് KP സതീഷ് ചന്ദ്രനെ നേരിടാൻ CK പത്മനാഭൻ എത്തുന്നു, 2 KP സതീഷ് ചന്ദ്രനെ നേരിടാൻ വേണ്ടി സുബൈർ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവരാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത കാസർഗോഡ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്. വരുന്ന ദിവസങ്ങളിലെ ഇവരുടെ പ്രചരണം അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഏതായാലും അരുൺ, CK പത്മനാഭൻ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ സ്വാഭാവികമാണ്. ഇപ്പൊ നേരത്തെ വിജയൻ പറഞ്ഞത് ശരിയാണ്. കാരണം BJPയെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ളതും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും അങ്ങനെ ചെയ്ത് അതിന്റെ ചരിത്രമുള്ളതുമായ മണ്ഡലമാണ് കാസർഗോഡ്. 2-3 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് നിർണായക സ്വാധീനമുണ്ട്. എങ്ങനെയാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പ്രതികരിച്ചിരിക്കുന്നതെന്ന് കാണാം. കാസർഗോഡ് മണ്ഡലത്തിൽ പ്രധാനമായും 7 നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി. നിസ്സംശയം പറയാം LDFന്റെ വളരെ ഫേവറിംഗ് ആയിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇതിൽ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി ചുവന്ന മണ്ഡലങ്ങൾ. മഞ്ചേശ്വരവും കാസർഗോഡുമാണ്. അതിൽ മഞ്ചേശ്വരം കൂടുതൽ ശ്രദ്ധിക്കണം. മഞ്ചേശ്വരത്ത് BJP 89 വോട്ടിനാണ് സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് മുസ്ലിം ലീഗിന്റെ അബ്ദുൾ റസാഖ്. കാസർഗോഡും മഞ്ചേശ്വരവും ഒഴിച്ച് ബാക്കിയുള്ള 5 മണ്ഡലങ്ങളും നിലവിലിപ്പോൾ LDF MLA-മാരുടെ കൈകളിലാണ്. മൊത്തത്തിൽ 5-2 എന്നതാണ് കാസർഗോഡിന്റെ അവസ്ഥ. ഇവിടേക്കാണ് KP സതീഷ് ചന്ദ്രൻ ഇടതുമുന്നണിയിലേക്ക് എത്തുന്നതും റായിയും ഈ CK പത്മനാഭനും. ഈ അരുൺ പറഞ്ഞതിൽ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളുടെ ഇടതുപക്ഷ ചായ്വ് 2 മണ്ഡലങ്ങൾ അവരുടെ കയ്യിലില്ല. പക്ഷേ ഇത്തവണ കാസർഗോഡ് വരുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെരിയ പോലെയുള്ള അത് അവിടുത്തെ വെറും ഒരു രാഷ്ട്രീയ വിഷയമല്ല. കാസർഗോഡിനെ സംബന്ധിച്ച് അതൊരു വൈകാരിക വിഷയമാണ്. അതൊരു വൈകാരിക വിഷയമായി വളർന്നു കഴിഞ്ഞു. അത് സംസ്ഥാനം ഒട്ടുക്കുന്നതിന് CPM-ന്റെ അക്രമ രാഷ്ട്രീയം എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാക്കാൻ വേണ്ടി ഇരു മുന്നണികളും ശ്രമിക്കും. അല്ലെ? കാസർഗോഡ് നമുക്ക് കണ്ണൂരിലേക്ക് വന്നാൽ, കണ്ണൂരിൽ PK ശ്രീമതി ടീച്ചർ വിജയിച്ചത് 6566 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. കണ്ണൂരിൽ PK ശ്രീമതി ടീച്ചർ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. മൊത്തം 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾച്ചേർന്നതാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം. നിലവിൽ ശ്രീമതി ടീച്ചറാണ് വരുന്നതെങ്കിൽ 6396 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച PK ശ്രീമതി ടീച്ചറിന് ഈ ഭൂരിപക്ഷം ഉയർത്താൻ കഴിയുമോ? അതല്ല, അവിടേക്ക് വരാൻ പോകുന്നത് കെ സുധാകരനെ പോലെയുള്ള കോൺഗ്രസിന്റെ കാൻഡിഡേറ്റുകളാണെങ്കിൽ ഈ 6386 എന്നുള്ളത് ഒരു ഡിഫൻഡബിൾ മെജോറിറ്റി ആകുമോ എന്നതാണ് സംശയം. കണ്ണൂർ എൻ്റെ അഭിപ്രായത്തിൽ കണ്ണൂർ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന, ഇപ്പോഴും പ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരായിരിക്കും എതിർ സ്ഥാനാർത്ഥി എന്നത് ഒരു പ്രധാനമാണ്. വിജയന്റെ അഭിപ്രായം അതല്ല, നല്ല മത്സരമായിരിക്കും. സുധാകരൻ 2014 അവിടെ മത്സരിച്ചതിനേക്കാൾ കുറെ കൂടി പാർട്ടിയിൽ കരുത്തരാണ് സുധാകരൻ ഇപ്പോൾ. അതുകൊണ്ട് അതിന്റെ ഒരു എഡ്ജ് അവിടെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പോരാട്ടം കടുത്തതായിരിക്കും, ഒരു സംശയവുമില്ല. കണ്ണൂർ മണ്ഡലം എന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും പിടിക്കാവുന്ന മണ്ഡലമാണ്. ആർക്കും കുത്തക അവകാശപ്പെടാൻ കഴിയില്ല. കണ്ണൂർ മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം നമുക്കൊന്ന് പരീക്ഷിക്കാം. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ: തളിപ്പറമ്പ്, കണ്ണൂർ, മട്ടന്നൂർ, ധർമ്മടം. ഇതിൽ തളിപ്പറമ്പ്, കണ്ണൂർ, മട്ടന്നൂർ, ധർമ്മടം LDF-ന്റെ കയ്യിലാണ്. ഇരിക്കൂർ, അഴീക്കോട്, പേരാവൂർ മണ്ഡലങ്ങൾ UDF-ന്റെ 4-3 കാസർഗോഡിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാസർഗോഡിൽ 6-2 ആണെങ്കിൽ ഇവിടെ അത് 4-3 ആണ്. 4-3 സ്ലൈറ്റ് അഡ്വാൻറ്റേജ് നിയമസഭയുടെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ LDF-നുണ്ട്. മാത്രമല്ല ഈ 4 മണ്ഡലങ്ങളിലെയും LDF-ന്റെ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാൽ 6586 എന്ന 2014-നേക്കാൾ കൂടുതലാണ്. അല്ല, ഇടതുമുന്നണിയെ സംബന്ധിച്ച് 2 പ്രത്യേകതകൾ. ഒന്ന്, സിറ്റിംഗ് MP തന്നെയാണ് ഇത്തവണ PK ശ്രീമതി തന്നെയാണ് മത്സരരംഗത്തുള്ളത്. ഇടതുമുന്നണിയുടെ 2 വനിതാ സ്ഥാനാർത്ഥികളിൽ കണ്ണൂരെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷയുമുണ്ട്. PK ശ്രീമതി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരെത്തുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ സാധ്യതയുള്ളത് കെ സുധാകരനെയാണ് നിലവിലെത്തിയ സാഹചര്യത്തിൽ. കെ സുധാകരനും PK ശ്രീമതി ടീച്ചറും തമ്മിലുള്ള മത്സരം തീപാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ BJPയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. BJPയുടെ വോട്ട്
ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് കണ്ണൂരിൽ വരുന്നതെങ്കിൽ സുധാകരന് പോയാൽ സ്വാഭാവികമായിട്ടും കണ്ണൂരിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറും. ശ്രീമതി ടീച്ചറിൻ്റെ 6386 എന്ന ഒരു ഡിഫെൻഡ് ചെയ്യാവുന്ന വോട്ട് വളരെ ബുദ്ധിമുട്ടേറിയതായി തീരുകയും ചെയ്യും. കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വടകരയിലേക്ക് പോകാം. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭൂരിപക്ഷം 3306 വോട്ടായിരുന്നു 2014. പക്ഷേ ഇത് വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2009 മത്സരിക്കുമ്പോഴുള്ള ഭൂരിപക്ഷത്തെക്കാൾ കുറവായിരുന്നു. അതെ, ഷംസീർ വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയായി മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ഫൈറ്റ് ചെയ്ത സമയമാണ്. അപരനായ ഷംസീർ ഭൂരിപക്ഷത്തെക്കാൾ വോട്ട് വാങ്ങുകയും ചെയ്തത് ശ്രദ്ധേയമാണ്. അപരനായ വോട്ടിന്റെ കൂടി ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഷംസീറിന്. പക്ഷേ 2009 വേറെ പല കാരണങ്ങൾ കൊണ്ടും അതിന് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന് വോട്ട് ഭൂരിപക്ഷം കൂടാനുള്ള കാരണങ്ങളും ഉണ്ടായിരുന്നു വടകരയെ സംബന്ധിച്ച്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ വടകര മണ്ഡലത്തിലെ നിലവിലത്തെ അന്തരീക്ഷം MLA-മാരുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 6-1 ആണ്. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര LDF. കുറ്റ്യാടി മാത്രമാണ് നിലവിൽ UDF-ന്റെ കയ്യിലുള്ളത്. ഈ 4 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ടിന്റെ ഭൂരിപക്ഷം ആകട്ടെ ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രന് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ നെഗറ്റീവായി ഒരുപക്ഷെ 3-4 ഇരട്ടിയിലധികം ഉണ്ട് താനും. അതാണ് വടകരയിൽ P. ജയരാജനെത്തുമ്പോൾ MLA-മാരുടെ വോട്ടാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ പ്രതീക്ഷ നൽകുന്നത്. RMPയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് വടകരയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ RMP നിലവിൽ വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ P. ജയരാജനെ നേരിടാൻ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായ ഒരു ടൈറ്റ് ഫൈറ്റ് പ്രതീക്ഷിക്കാം. അവിടെയും നേരത്തെ ഇന്നലത്തെ അനാലിസിസിൽ വിജയകുമാർ പറഞ്ഞതുപോലെ BJPക്ക് ഏതാണ്ട് 75,000 വോട്ട് കഴിഞ്ഞ തവണ K. സജീവൻ എന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയിരുന്നു. അദ്ദേഹം സംസ്ഥാന ഭാരവാഹി ഒരാളാണ്. ഞാൻ ഇത്തവണ ആവർത്തിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല, P. ജയരാജനും RSSും തമ്മിലുള്ള ഈ ഫൈറ്റ് വോട്ടിൽ പ്രതിഫലിച്ചാൽ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു 20,000 വോട്ട് P. ജയരാജനെതിരെ RSS അവിടെ പോൾ ചെയ്തേക്കാം. ഒരൊറ്റ കാര്യം, അതിനു മുൻപ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചിത്രം നമ്മളിവിടെ വെക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചിത്രം വെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2 ദിവസമായി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി അസന്നിഗ്ധമായി പറയുകയും AICCയുടെ തന്നെ P. ജയരാജൻ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ആ നിലയിൽ നിൽക്കുന്നുണ്ട്. നമുക്കറിയില്ല അവസാന നിമിഷം മുല്ലപ്പള്ളി സാധ്യതയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഉമ്മൻചാണ്ടി മാത്രമാണ് നേരത്തെ പറഞ്ഞത് ഞാൻ മത്സരിക്കില്ല എന്ന്. മുല്ലപ്പള്ളി ഇന്ന് സൈലന്റുമാണ് ആ കാര്യത്തിൽ. നമുക്ക് നോക്കാം. വയനാട് വടകരയിലെ അവസ്ഥ ഇതായിരുന്നു. വയനാട്ടിലേക്ക് പെട്ടെന്ന് പോയാൽ MI ഷാനവാസ് 20,870 വോട്ടുകൾ നേടി വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി 2016 വയനാട്ടിലെത്തിയിരുന്നു. വയനാട്ടിൻ്റെ 20,870 എന്ന വലിയൊരു ഭൂരിപക്ഷം. വയനാട് ബേസിക്കലി ഒരു UDF-ന്റെ മണ്ഡലമായി കണക്കാക്കപ്പെടുന്ന മണ്ഡലം. നിലവിൽ വയനാടിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം പരിഗണിക്കുകയാണെങ്കിൽ നിലവിൽ 2016 നിയമസഭാ ചിത്രം എടുക്കുകയാണെങ്കിൽ മാനന്തവാടി, കൽപ്പറ്റ, തിരുവമ്പാടി, നിലമ്പൂർ ഈ 4 മണ്ഡലങ്ങൾ LDF-ന്റെ കയ്യിലും ബത്തേരി, ഏറനാട്, വണ്ടൂർ മണ്ഡലങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ UDF-ന്റെ കയ്യിലുണ്ട്. ഇതാണ് അതിനകത്ത് രസകരമായ കാര്യം. മൊത്തം കൂടി ടാലി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിപ്പോഴും പ്രോ UDF എന്ന് പറയാൻ പറ്റും. വയനാട് UDF-ന്റെ ഉറച്ച സീറ്റ് എന്ന് കരുതപ്പെടുന്ന ഒരു പാർലമെന്റ് സീറ്റാണ് വയനാട് സീറ്റ്. അതുകൊണ്ടാണ് വയനാട്ടിൽ ഇപ്പോൾ MI ഷാനവാസിന്റെ ശേഷം ആര് എന്ന കാര്യത്തിൽ UDF-നകത്ത് വലിയ തർക്കവും അടിയും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ പോലും ആലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യം ഉറച്ച സീറ്റായ വയനാട്ടിൽ മത്സരിക്കാനായിരുന്നു എന്ന് കഥകളുണ്ട്. അല്ലെ വിജയ്? വയനാട് സംബന്ധിച്ച് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു MI ഷാനവാസ് മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അവിടേക്ക് പറഞ്ഞിരുന്നു എന്ന്. വെറുതെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പ്രചരിക്കുന്ന കഥയാണെങ്കിൽ പോലും അങ്ങനെ പോലും അവകാശപ്പെടുന്നുണ്ട് ആ സീറ്റ് എനിക്ക് വേണമെന്ന്. 17 കോൺഗ്രസ്സുകാരുടെ അപേക്ഷ ഹൈക്കമാൻഡിൽ എത്തിയിട്ടുണ്ട് വയനാടിന് വേണ്ടി എന്നാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കഥ. പക്ഷെ അതൊരു UDF മണ്ഡലമാണ്. അതിന്റെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് MLA-മാരുടെ ഭൂരിപക്ഷം വെച്ച് നമുക്ക് അതിനെ അളക്കാൻ കഴിയില്ല. അതൊരു ഉറച്ച UDF മണ്ഡലമാണെന്ന് നമുക്ക് പറയാം. വയനാട്ടിൽ നിലവിൽ മത്സരിക്കുന്നത് PP സുനീർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ PP സുനീറിന് എതിരായിട്ട് വരാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ K. മുരളീധരനാണോ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ആലോചിക്കുന്നത്. മുരളീധരൻ മത്സര രംഗത്തേക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞതുപോലെ അവസാന നിമിഷത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഏതായാലും K. മുരളീധരൻ നിലവിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം മത്സര രംഗത്തേക്ക്. ഇവരുടെ കാര്യത്തിൽ ഒരു പക്ഷേ ഹൈക്കമാൻഡ് മാത്രമായിരിക്കാം അന്തിമ തീരുമാനം. ഇനി K. മുരളീധരൻ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വയനാട്ടിലുണ്ട്. അത് ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാനും അല്ലെങ്കിൽ പിന്നീടുള്ളത്
എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് ആ പട്ടികയിൽ ഒരുപാട് പേരുകൾ എം. വെക്കാം. ഹസനാണ്. ഷാനിമോൾ നമ്മളൊരു ഉസ്മാനെ 10-20 പേരുടെ പേര് വെക്കാം, പറയട്ടെ. പറയാം. എം. ഹസനെ വെക്കാം. എം. ഹസൻ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ സ്ഥാനാർത്ഥികൾ കൂടി ഒരുപക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥികളായി വയനാട് മണ്ഡലത്തിൽ ഇറങ്ങിക്കൂടായികയില്ല. ചുരം കയറാൻ നിരവധി സ്ഥാനാർത്ഥികൾ കോഴിക്കോട് തയ്യാറെടുത്ത് നിൽക്കുന്നു വയനാട്ടിലേക്ക് പോകാൻ. നമ്മൾ വളരെ പെട്ടെന്ന് ഇനി കോഴിക്കോട്ടേക്ക് വരുന്നു. കോഴിക്കോട്ട് MK രാഘവൻ 2014 നേടിയത് 16,883 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 16,883 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് MK രാഘവൻ നേടിയത്. കോഴിക്കോട് മണ്ഡലത്തിലെ ജനകീയനായ നേതാവ് തന്നെയാണ് MK രാഘവൻ. ഭൂരിപക്ഷം രണ്ടാമത്തെ തവണയും 16,883 എത്തിക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കോഴിക്കോട് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ പക്ഷേ ചിത്രം തിരിച്ചാണ്. 6:1 ആണ്. അതായത് ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി എല്ലാം LDF-ന്റെ MLA-മാർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങൾ. ആകെയുള്ളത് കോഴിക്കോട് സൗത്ത് മാത്രമാണ്. മാത്രമല്ല മറ്റൊരു ചലഞ്ചും കൂടെ ഇവിടെ വരാനുണ്ട് ഗോപി. അല്ല, ഞാൻ പറഞ്ഞത് ഈ വളരെ ജനപ്രിയനായ MP ആണ് MK രാഘവൻ, സംശയമില്ല. ജനപ്രിയതയിൽ ഒട്ടും കുറവില്ലാത്ത സിറ്റിംഗ് MLA ആണ് പ്രദീപ് കുമാർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോടാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു EVM കാണുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം രണ്ട് ജനകീയരായ രണ്ട് നേതാക്കളുടെ പേരാണ്. ഡെലിവറിയുടെ കാര്യത്തിലും മുഖം തന്നെ വരും, ചിത്രമാണല്ലോ വരാൻ പോകുന്നത്. മാത്രമല്ല അവരവരുടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും രണ്ടുപേർക്കും വളരെ പ്രധാനപ്പെട്ട ചില ഒപ്പുചാർത്തിയ വികസന നേട്ടങ്ങൾ. ഒരാൾ സ്കൂളിലേക്ക് പോകുന്ന നോക്കുകയാണെങ്കിൽ മറ്റൊരാൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ മുൻപിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു ടൈറ്റ് ഫൈറ്റ് ഒരുപക്ഷെ കോഴിക്കോട് കൊടുക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ്. കോഴിക്കോട് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രദീപ് കുമാർ, സിറ്റിംഗ് MLA പ്രദീപ് കുമാർ വരുമ്പോൾ മറുഭാഗത്ത് സംശയിക്കാനൊന്നുമില്ല, നിലവിൽ രാഘവൻ തന്നെയാണ് മുഖ്യ സാധ്യതയായിട്ട് വരുന്നത്. MK രാഘവൻ KPCC പ്രഖ്യാപിച്ച ഒരു പേര് അതാണ്. ഒരുപക്ഷെ ഈ യാത്രയുടെ ഇടയിൽ തന്നെ ആ പ്രഖ്യാപനം നടന്നു. രാമേന്ദ്രൻ ആദ്യം പ്രഖ്യാപിക്കുന്ന ഈ പ്രദീപ് കുമാറിന്റെയും MK രാഘവന്റെയും ചിത്രം എന്നുള്ളത് സ്വാഭാവികമായും ഇത് കാണിക്കുമ്പോൾ തന്നെ ഒരു ടൈറ്റ് 50-50 എന്ന് പറയുന്ന ഒരു ഇമേജിലാണ് ഇത് നിൽക്കുന്നത്. പോസിബിലിറ്റി പ്രവചനാതീതമായി തീർന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് ആ അർത്ഥത്തിൽ കോഴിക്കോട് മണ്ഡലം. BJP-യുടെ സ്ഥാനാർത്ഥിയായി ഒരുപക്ഷെ കോഴിക്കോട് മണ്ഡലത്തിൽ വരാൻ സാധ്യതയുള്ള പല പേരുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ MT രമേശിന്റെ പേര് ഏറ്റവും ഒടുവിൽ കാര്യമായി പരിഗണിക്കുന്നുണ്ട്. MT രമേശിന്റെ പേരോട് കാര്യമായി പരിഗണിക്കുന്നുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അവരുടെ വോട്ട് ഒരു പക്ഷേ അവർ നന്നായി കൂട്ടാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. മുൻപ് അതിന് റിഫ്ലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. BJP-ക്ക് നല്ല വോട്ടുകൾ കിട്ടിയിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. മലപ്പുറത്ത് 2014 അഹമ്മദ് നേടിയ ഭൂരിപക്ഷം 1,94,739 വോട്ടാണ്. അഹമ്മദ് മരിച്ചതിനെ തുടർന്ന് പിന്നീട് കുഞ്ഞാലിക്കുട്ടി ആ മണ്ഡലത്തിലേക്ക് എത്തി. അപ്പോൾ ഭൂരിപക്ഷം കൂടുകയാണ് ഉണ്ടായത് ഒരു അർത്ഥത്തിൽ. അഹമ്മദ് 1,94,739 വോട്ട് നേടി പോയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിര്യാണം. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോവുകയും ചെയ്തു. ക്ഷമിക്കണം, 1,71,000 മാത്രമേ ഉള്ളൂ. 20,000 വോട്ട് കുറയുകയാണ്. 1,71,038. പക്ഷെ അത് വളരെ വലിയൊരു ഭൂരിപക്ഷമാണ് 1,71,000 എന്നുള്ളത്. ഈ മലപ്പുറം മണ്ഡലത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി നേരിടാൻ എത്തുന്നത് VP സാനുവാണ്. ആ അർത്ഥത്തിൽ നമുക്ക് നോക്കാം. മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി VP സാനു. നിയമസഭാ മണ്ഡലത്തിന്റെ എനിക്ക് തോന്നുന്നു ഇതൊരു ക്ലീൻ സ്ലേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലാതെ കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് UDF ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന ഒരു ക്ലീൻ ഇമേജ് നൽകുന്ന UDF ഇമേജ് നൽകുന്ന ഒരു പക്ഷേ ഇങ്ങനെയുള്ള മണ്ഡലങ്ങൾ വളരെ അപൂർവമാണ്. ഈ മണ്ഡലത്തിന് പല ചരിത്രമുണ്ട്. പക്ഷേ മലപ്പുറത്ത് കഴിഞ്ഞ തവണ അഹമ്മദിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. അവസാനം ആ സീറ്റിന്റെ കാര്യത്തിൽ വലിയ തർക്കം ഉണ്ടാവുകയും ഒടുവിൽ അദ്ദേഹം വലിയ സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെ മത്സരത്തിൽ തങ്ങളുടെ തീരുമാനം അവസാന നിമിഷത്തിൽ നിർണായകമാവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള തർക്കം മറ്റൊന്നാണ്. അതായത് മലപ്പുറം സീറ്റിൽ ഈട്ടി മത്സരിക്കട്ടെ, പൊന്നാനിയിലേക്ക് കുഞ്ഞാലിക്കുട്ടി മാറട്ടെ എന്ന സമ്മർദ്ദമാണ് ഇപ്പോൾ നിലവിൽ VP സാനു. ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദ ബേബി കാൻഡിഡേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് VP സാനുവാണ്. അത് അറ്റ് ദ സെയിം ടൈം ദ മാസ്റ്റർ കാൻഡിഡേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി. മാത്രമല്ല മനസ്സിലാക്കുന്ന VP സാനുവിന്റെ അച്ഛൻ മത്സരിച്ചപ്പോൾ പോലും PK കുഞ്ഞാലിക്കുട്ടി എതിർ മത്സരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അദ്ദേഹം കാൻഡിഡേറ്റ് ആയിരിക്കുന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ല PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചു എന്ന്. ഒരു രണ്ട് ജനറേഷനുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരുപക്ഷെ മലപ്പുറത്തുണ്ടാവും. ഇതെങ്ങനെയാണ് വോട്ടർമാരിൽ പ്രതിഫലനം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ആലോചിച്ച് തല പുണ്ണാക്കേണ്ടതല്ലാത്ത ഒരു മണ്ഡലമായിരിക്കും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 25,410 2014. നമുക്ക് നോക്കാം.
ഇ.ടി. മുഹമ്മദ് ബഷീർ 25,410, 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പൊന്നാനിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ ഇ.ടി. മുഹമ്മദ് ബഷീർ. ഇത്തവണയും ഇ.ടി. മുഹമ്മദ് ബഷീർ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ എത്തുന്നത്. പൊന്നാനിയുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം വളരെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF-ന്റെ കയ്യിലും 3 LDF-ന്റെ കയ്യിലുമാണ്. തിരൂരങ്ങാടി, തിരൂർ, കോട്ടക്കൽ, തൃത്താല UDF, തവനൂർ, താനൂർ, പൊന്നാനി LDF. 4-3 പക്ഷേ എന്നാൽ പോലും പൊന്നാനിക്ക് ഒരു പ്രോ UDF മണ്ഡലം എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അട്ടിമറികൾ നമുക്ക് അപ്രതീക്ഷിതവുമല്ല. സാധ്യതകൾ ഉണ്ട്. കാരണം വെച്ചാൽ ഇ.ടി. അത്ര സേഫ് ആണോ പൊന്നാനിയിൽ ഇക്കുറി എന്ന കാര്യത്തിൽ ഇ.ടിക്ക് തന്നെ സംശയമുണ്ട് എന്നാണ്. കാരണം വെച്ചാൽ ഇ.ടി. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് മാറ്റത്തെ പറ്റി ആലോചന നടത്തുന്നത് അങ്ങനെയാണ്. തന്നെയല്ല, അവിടെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് ഇ.ടിയോടുള്ള വിയോജിപ്പുണ്ട്. ലീഗിൽ തന്നെ ഒരു വിഭാഗം ഇ.ടി. അവിടെ മത്സരിക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചതൊക്കെ വലിയ വിവാദമായതാണ്. അൻവറാണ് അൻവർ പറഞ്ഞത് ഞാൻ കയ്യേറ്റം നടത്തിയിട്ടുള്ളത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്നാണ് അൻവറിന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള. നിലവിൽ PV അൻവറും ഇ.ടി. മുഹമ്മദ് ബഷീറും മത്സരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം മണ്ഡലവും പൊന്നാനി മണ്ഡലവുമാണ് നമുക്ക് 2 ഇമേജുകൾ കാണിക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ ഇമേജ് BJP-യുടെ കാൻഡിഡേറ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും LDF-ന്റെയും UDF-ന്റെയും ഉറച്ച സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന 2 മണ്ഡലങ്ങൾ മലപ്പുറവും പൊന്നാനിയും. അതിലൊന്നിൽ PV അൻവറും ഒന്നിൽ ഇ.ടി. മുഹമ്മദ് ബഷീറും തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പോകുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റാണ് PV അൻവർ എന്നുള്ളത് കൊണ്ട് തന്നെ ആ മണ്ഡലത്തിന് ഒരു അപ്രതീക്ഷിത സ്വഭാവം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയാതെ നിവൃത്തിയില്ല. പാലക്കാട് MP രാജേഷ് 2014 ലോക്സഭയിലേക്ക് പോകുന്നത് 1,05,323 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. MP രാജേഷ് പാലക്കാട് നിന്ന് പാർലമെന്റിലേക്ക് തുടർച്ചയായി 2ാമത്തെ തവണ ഭൂരിപക്ഷം MP വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തി പോകുമ്പോൾ ഉയർത്തിയാണ് പാർലമെന്റിലേക്ക് പോകുന്നത്. 1,00,000 ആദ്യം വരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി, 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വോട്ടുകളിലേക്ക് അദ്ദേഹം വോട്ട് വർദ്ധിപ്പിച്ചാണ് പോകുന്നത്. അതെ, പക്ഷേ വീരേന്ദ്രകുമാർ മത്സരരംഗത്തുണ്ടായപ്പോൾ MP രാജേഷിന് ചെറിയൊരു ചങ്കെടുപ്പ് അന്നുണ്ടായിരുന്നു തുടക്കത്തിൽ വോട്ടുകളുടെ കാര്യത്തിൽ. പിന്നെ പാലക്കാട് വോട്ടുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും ഇതൊക്കെ വരികയും ചെയ്തിരുന്നു. നിലവിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് ഒന്ന് പോയാൽ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ LDF ചുവന്ന് തന്നെ. മണ്ണാർക്കാട്, പാലക്കാട് എന്നീ 2 മണ്ഡലങ്ങൾ. അവിടെ ഈ 2 മണ്ഡലങ്ങൾ, അതിൽ പാലക്കാട് മണ്ഡലത്തിലാണ് ഒരുപക്ഷെ രാജേഷിനെ കിടപിടിക്കാൻ തക്ക ഒരു ഇമേജുള്ള കാൻഡിഡേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പിൽ MLA ആയിട്ടിരിക്കുന്നത്. 4:2 5:2 എന്നതാണ് പാലക്കാടിന്റെ അവസ്ഥ. 5 LDF മണ്ഡലങ്ങളും 2 UDF മണ്ഡലങ്ങളും എന്നുള്ളതാണ്. MP രാജേഷിനോടൊപ്പം ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ സാധ്യതയുള്ളത് ഇവരാണ്. MP രാജേഷ് ഇടതുപക്ഷത്തിന്റെ ഉറച്ച സ്ഥാനാർത്ഥിയായി 3ാമത്തെ തവണയും ജനവിധി തേടുന്നു പാലക്കാട്. VK ശ്രീകണ്ഠന്റെ പേരാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് കോൺഗ്രസ് സാധ്യത കൽപ്പിക്കുന്ന കാൻഡിഡേറ്റ്. DCC പ്രസിഡന്റാണ്. ഒപ്പം തുളസിയുമായിട്ടുള്ള ബന്ധം അല്ലേ, ചിരപരിചിതനാണ്. പാലക്കാട് മണ്ഡലത്തിൽ ചിരപരിചിതനാണ് VK ശ്രീകണ്ഠൻ. അതല്ലെങ്കിൽ പരിഗണിക്കുന്ന പേര് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എന്നിവരെയാണ്. ഷാഫി പറമ്പിലിനെയും VK ശ്രീകണ്ഠൻ അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ MP രാജേഷും ഷാഫി പറമ്പിലുമായിട്ടാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ 2 യൂത്തുകൾ തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ, 2 ഇമേജുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ഒരുപക്ഷെ മാത്രമല്ല മോശമല്ലാത്തൊരു മത്സരവുമായി അത് മാറും. ശോഭാ സുരേന്ദ്രനും ഉണ്ട് ലിസ്റ്റിൽ. പ്രധാന ഘടകമാണ്. പാലക്കാട് വളരെ പ്രധാനപ്പെട്ടതാണ്. BJPക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. പാലക്കാടിന്റെ പശ്ചാത്തലം, അവിടെ നഗരസഭയിൽ BJP ഭരിക്കുന്നു. പാലക്കാട് മണ്ഡലത്തിന്റെ സ്വഭാവം അതൊക്കെയുണ്ട്. പാർലമെന്റും മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നില്ല BJP എങ്കിലും അവിടുത്തെ ചില കാൻഡിഡേറ്റ് ആണോ ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിലാണ് പിന്നീടുള്ള നഗരത്തിലെ ഒരു വോട്ട് BJPയുടെ കയ്യിലുണ്ട്, പ്രത്യേകിച്ച് നഗരസഭയുടെ കാച്ച്മെന്റ് ഏരിയ. ആലത്തൂരിൽ PK ബിജുവിന്റെ ഭൂരിപക്ഷം 2014 37,312 ആയിരുന്നു. ആലത്തൂരിൽ ഡോക്ടർ PK ബിജു തുടർച്ചയായി 2ാമത്തെ തവണയാണ് കഴിഞ്ഞ തവണ ആലത്തൂരിൽ നിന്ന് ഡൽഹിക്ക് എത്തിയത് 37,312 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. എന്നാൽ 2019 എത്തുന്ന സമയത്ത് ആലത്തൂരിൽ ഡോക്ടർ PK ബിജുവിനെ തന്നെ നിർത്താനായിട്ട് ഏറ്റവും ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. രാധാകൃഷ്ണന്റെ പേര് പരിഗണിച്ചുവെങ്കിലും തീരുമാനിക്കുകയായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം വളരെ പെട്ടെന്ന് നമ്മളൊന്ന് പരിഗണിക്കുകയാണെങ്കിൽ, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ചിറ്റൂർ, നെന്മാറ, തരൂർ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം എന്നീ മണ്ഡലങ്ങൾ 6 മണ്ഡലങ്ങളും ഉറച്ച LDF-ന്റെ മണ്ഡലങ്ങളായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ 6 LDF MLA മാർ വരുന്ന ആലത്തൂർ മണ്ഡലം. ഒരു മണ്ഡലം മാത്രം, വടക്കാഞ്ചേരി മാത്രമാണ് UDF-ന്റെ കയ്യിലുള്ളത്.
6:1 എന്നുള്ളതാണ്. ഏറെക്കുറെ രാഷ്ട്രീയ ചിത്രം വളരെ കൃത്യമാണ്. ഒരു ഇടത് സ്വഭാവ മണ്ഡലത്തിൽ ആകെ പ്രകടമാണ്. ഡോക്ടർ പി.കെ. ബിജു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ UDF-ൽ നിന്ന് പരിഗണിക്കുന്നത് രമ്യ ഹരിദാസിനെയും CC ശ്രീകുമാറിനെയുമാണ്. രമ്യ ഹരിദാസ് സ്വാഭാവികമായും ഡോക്ടർ പി.കെ. ബിജുവിനെ കഴിഞ്ഞ തവണ മത്സരിക്കേണ്ട വനിത ഡോക്ടർ ഷീബയാണെന്ന് തോന്നുന്നു അല്ലേ? അതേപോലെ തന്നെ അതിനേക്കാൾ ഒരു പക്ഷേ ഡോക്ടർ പി.കെ. ബിജുവിന് ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആയിരിക്കും രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് അല്ലെങ്കിൽ CC ശ്രീകുമാറാണ് പി.കെ. ബിജുവിനെ നേരിടാൻ വേണ്ടി UDF പരിഗണിക്കുന്ന മറ്റൊരു കാൻഡിഡേറ്റ് ആലത്തൂർ മണ്ഡലത്തിൽ. പക്ഷേ ആലത്തൂർ മണ്ഡലത്തിൽ ഈ സ്വഭാവമുണ്ട്. ഇടതുപക്ഷ നേരത്തെ വിജയൻ പറഞ്ഞ ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നതാണ്. ബിജുവിന്റെ പേര് ഈ അവസാന നിമിഷത്തിൽ വരെ സംശയമുണ്ടായിരുന്നു. നിലവിൽ IM വിജയൻ മത്സരിച്ചിരുന്നെങ്കിൽ ആലത്തൂരിൽ ചിത്രമേറുന്നാകുമായിരുന്നു. മത്സരം ടൈറ്റ് ആകുമായിരുന്നു എന്ന് തന്നെയല്ല, IM വിജയന് നേരിയ എഡ്ജ് ഉണ്ടാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന CPM നേതാക്കൾ പോലും അവിടെയുണ്ട്. IM വിജയൻ മത്സരിക്കരുത് എന്ന് വിജയനോട് സ്വകാര്യമായി പറഞ്ഞ CPM നേതാക്കൾ ഉണ്ട് അവിടെ. നമുക്ക് നേരെ തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ CN ജയദേവൻ CPI-യുടെ MP 38,227 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിയത്. വളരെ സൗമ്യനായ CN ജയദേവൻ MP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവം നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. CPI-യുടെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്ന രാജാജി. പുതുക്കാട്, തൃശ്ശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട, മണലൂർ, ഗുരുവായൂർ, നാട്ടിക. നിലവിൽ ഒറ്റ വാചകത്തിൽ നോക്കിയാൽ ഈ 7 മണ്ഡലങ്ങളും LDF-ന് അനുകൂലമായ മണ്ഡലങ്ങളാണ്. പ്രോ LDF മണ്ഡലമാണ്. തൃശ്ശൂർ LDF സാധ്യതയുള്ള മണ്ഡലമാണ്. പ്രത്യേകിച്ച് CPI-ക്ക് ഏറെക്കുറെ വേരോട്ടമുള്ളൊരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. തൃശ്ശൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാജാജി മാത്യു ആണ്. രാജാജി മാത്യു ഒരുപക്ഷെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2 പത്രാധിപന്മാരിൽ ഒരു പത്രാധിപരാണ്. ജനയുഗം പത്രത്തിന്റെ പത്രാധിപരാണ് രാജാജി മാത്യു തോമസിനെ എതിരിടാൻ വേണ്ടി ഒരുപക്ഷെ UDF നാളെ കഴിഞ്ഞ് അപ്രതീക്ഷിതമായി രംഗത്തിറക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് പറഞ്ഞു കേൾക്കുന്നത് VM സുധീരന്റെ പേരാണ്. തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് തൃശ്ശൂരിൽ UDF-ന് വലിയ വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. ഇപ്പോൾ രാജാജി അവിടെ മത്സരരംഗത്ത് വരുന്നു. അവിടെ ഇപ്പോൾ VM സുധീരന്റെ മാത്രമല്ല TN പ്രതാപന്റെ പേര് പറയുന്നുണ്ട്. ഈ തൃശ്ശൂരിൽ UDF-ന് സാധ്യതയുള്ളതും ഒരുപക്ഷെ UDF വിജയിച്ചു വരാൻ വലിയ സാധ്യത കൽപ്പല്ലേ വിജയൻ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തൃശ്ശൂർ തോൽക്കുന്നത് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത്. വെച്ചു മാറിയിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. TN പ്രതാപനെ കൂടി പരിഗണിക്കുന്നുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ VM സുധീരൻ. അല്ലെങ്കിൽ ഒരു BJP-യുടെ കാൻഡിഡേറ്റിനെയും ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി NDA മാറ്റിയിരിക്കും. തുഷാർ വെള്ളാപ്പള്ളിയാണ് തൃശ്ശൂരിൽ പരിഗണിക്കുന്ന BDJS-ന്റെ സ്ഥാനാർത്ഥി. രാജാജി മാത്യു തോമസിനെ എതിരിടാൻ വരുന്ന BJP സ്ഥാനാർത്ഥി ഒരുപക്ഷെ BDJS. തുഷാർ എന്തുകൊണ്ടാണ് വിജയൻ തൃശ്ശൂർ എന്നത് തുഷാർ തന്നെ മുന്നോട്ട് വെച്ച ഒരു സജഷൻ ആണെന്ന് കേൾക്കുന്നുണ്ട്. അതിനെന്തായിരിക്കും അതിനുള്ളൊരു കാരണം? ഈ തൃശ്ശൂർ മണ്ഡലത്തിന്റെ ഒരു 4-5 നിയമസഭാ മണ്ഡലങ്ങളിൽ SNDP വോട്ടുകൾ വളരെ നിർണായകമാണ്. പിന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ നഗരത്തിൽ BJP-ക്ക് വലിയ സ്വാധീനമുണ്ട്. അതായത് BJP-ക്ക് സ്വന്തമായ സ്വാധീനമുള്ളത് കൂടാതെ BDJS-ന് SNDP വോട്ടുകൾ കൊണ്ട് സമ്പന്നമായ ഒരു 3-4 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് അവിടെ. അത് ചേർത്തിട്ടാണ് അവിടെ ഒരു വലിയ സാധ്യത കാണുന്നുണ്ടോ? NDA സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി പക്ഷേ ആ സീറ്റ് തുഷാറിന് വിട്ടുകൊടുക്കുന്നതിൽ അവിടെ BJP-ക്ക് വലിയ മനപ്രയാസവുമുണ്ട്. പക്ഷേ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലം സുരേന്ദ്രന് താല്പര്യമുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ BDJS-ന് ഈ സീറ്റാണ് ഞാൻ മത്സരിക്കേണ്ടതെന്ന ആവശ്യം തുഷാർ മുന്നോട്ട് വെക്കുകയായിരുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ച്. BDJS-ന് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു തൃശ്ശൂർ. തുഷാറിനാണെങ്കിൽ വിട്ടുതരാം, അല്ലെങ്കിൽ വിട്ടുതരില്ല. തിരുവനന്തപുരം വഴി എവിടെയും തുഷാറിന് മത്സരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ഇന്ന് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കുറച്ച് മണ്ഡലങ്ങൾ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് കവർ ചെയ്യണം. ചാലക്കുടിയിൽ ഇന്നസെന്റ് 2014 ലോക്സഭയിലേക്ക് എത്തിയത് 13,884 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ചാലക്കുടിയിൽ നിന്ന് തുടർച്ചയായി 2ാം തവണയും ഇന്നസെന്റ് പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ചാലക്കുടിയുടെ രാഷ്ട്രീയ സ്വഭാവം പരിഗണിക്കേണ്ടതുണ്ട്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട് ഈ 4 മണ്ഡലങ്ങളും UDF-നോടൊപ്പമാണ്. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി എന്നീ 3 മണ്ഡലങ്ങളാണ്. 4:3 ആണ്. ആ 4:3 തോൽപ്പിക്കാൻ ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പാർലമെന്റേറിയൻ തങ്ങളുടെ പാർലമെന്റിന്റെ വിഹിതം ഏറ്റവും കൂടുതൽ വിനിയോഗിച്ച MP എന്ന നിലയിലുള്ള തങ്ങളുടെ സാന്നിധ്യം ഒരുപക്ഷെ എത്രമാത്രം ശക്തമാകുമെന്നുള്ളതാണ്. ഇന്നസെന്റിന്റെ ജനപ്രിയത സംബന്ധിച്ച് പാർട്ടിക്ക്, അതായത് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഇതിന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്നസെന്റ് ബി ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്നുള്ള കാര്യത്തിൽ
കാര്യത്തിൽ പി. രാജീവിനെ വേണം എന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് മികച്ചതാണെന്ന് അദ്ദേഹം കാഴ്ചവെക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ചാലക്കുടിയിൽ ഇന്നസെന്റ് മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് നിലവിൽ ചാലക്കുടിയിൽ പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഒന്ന് ബെന്നി ബെഹനാന്റെ പേരാണ്. ബെന്നി ബെഹനാൻ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന UDF-ന്റെ കൺവീനർ എന്ന രീതിയിൽ തന്നെ ബെന്നി ബെഹനാന് കുറച്ച് വ്യക്തമായിട്ടുള്ള വോട്ട് പിടിക്കാൻ കഴിയും ചാലക്കുടിയിൽ. പിന്നെ സ്വാഭാവികമായിട്ടുള്ള സമുദായ മത സമവാക്യങ്ങളെല്ലാം ബെന്നി ബെഹനാനും ഏറെക്കുറെ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു പേര് കൽപ്പിക്കുന്നത് KP ധനപാലന്റെ പേരാണ്. ബെന്നി ബെഹനാൻ അതല്ലെങ്കിൽ KP ധനപാലൻ എന്നുള്ളതാണ് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ എതിരിടാൻ സാധ്യതയുള്ള UDF-ന്റെ കാൻഡിഡേറ്റായി പരിഗണിക്കുന്നത്. ചാലക്കുടിയിൽ ബെന്നി ബെഹനാനോ KP ധനപാലനോ ഇന്നസെന്റിനെ നേരിടും. എറണാകുളം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ എറണാകുളം മണ്ഡലത്തിൽ കഴിഞ്ഞ MP ആയിരുന്ന KV തോമസ് 2014 എറണാകുളത്ത് നിന്നും ഡൽഹിയിലേക്ക് പോയത് 87,047 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. KV തോമസ് എന്ന ഒരു സീസൺഡ് കോൺഗ്രസിന്റെ പാർലമെന്റേറിയൻ 2019 മത്സരിക്കുമോ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ 87,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് ചെറുതല്ലാത്തൊരു ഭൂരിപക്ഷം. ആദ്യം KV തോമസിനുണ്ടായിരുന്ന ഒരു ശുഭപ്രതീക്ഷ ഇപ്പോഴില്ല. അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു പറയുന്നുണ്ട്. DCC അയച്ചത് എന്റെ പേര് മാത്രമേ ഉള്ളൂ എന്ന് പലതവണ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പോലും മത്സരിക്കാൻ ഒരു അവസരം ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് നൽകുമെന്ന് എറണാകുളം ഹൈബിയുടെ പേര് വളരെ സജീവമായി പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വഭാവത്തിലേക്ക് പെട്ടെന്ന് വന്നാൽ എറണാകുളം, തൃക്കാക്കര, കളമശ്ശേരി, പറവൂർ എന്നീ UDF മണ്ഡലങ്ങൾ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ എന്നിങ്ങനെ 3 LDF മണ്ഡലങ്ങൾ. ഇതിൽ എറണാകുളം, തൃക്കാക്കര, കളമശ്ശേരി, പറവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടുകൾ വളരെ നിർണായകമാണ്. UDF-ന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ, ഏറ്റവും കൂടുതൽ ഡിസിസീവായ വോട്ടുകൾ പാർലമെന്റിലേക്ക് വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൂടിയാണ്. നിലവിൽ KV തോമസ് ആണ് UDF-ന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ അഥവാ LDF-ന്റെ സ്ഥാനാർത്ഥിയായി P. രാജീവ് എത്തുമ്പോൾ നിലവിൽ KV തോമസിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പരിഗണിക്കുന്നത് അതിൽ ഏറ്റവും മികച്ച ഇടതുമുന്നണിക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് P. രാജീവ്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി KV തോമസിന് ഈ ഒരു വട്ടം കൂടി അദ്ദേഹത്തിന് മത്സര രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരാണ് നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ കൂടുതലുള്ളത്. മറിച്ച് ഹൈബി ഈഡനാണ് അവിടെ വരുന്നതെങ്കിൽ ആ മത്സരം കുറച്ചുകൂടി കരുത്തുറ്റതായി. 10th ജന്മതുമായി KV തോമസിനുള്ള ബന്ധം മറ്റു കോൺഗ്രസ്സുകാർ കരുതുന്ന പോലെ അല്ല. അതുകൊണ്ട് നമ്മൾ KV തോമസിനെ തള്ളിക്കളയേണ്ട. ആ കുടുംബവുമായുള്ള KV തോമസിന്റെ ബന്ധം അത്രയും അടുപ്പമുള്ളത്. പക്ഷേ KC വേണുഗോപാൽ സ്വാഭാവികമായും സെക്കൻഡ് പ്ലേസിലേക്ക് വരുന്ന ഒരു ലോട്ടിലാണ്. KV തോമസിനെ ഇനി വീണ്ടും ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് പരിഗണിക്കുമോ അതല്ല സംസ്ഥാനത്ത് നിന്നുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ഒരുപക്ഷെ അടുത്ത തവണ സംസ്ഥാന മന്ത്രിയായിട്ട് വരാൻ പോലും സാധ്യത UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സാധ്യതയുള്ള മന്ത്രിയൊക്കെയാണ് ഒരുപക്ഷെ KV തോമസ്. KV തോമസിന് ഏതായാലും താല്പര്യമുണ്ട്. അത് വിജയം പറഞ്ഞതുപോലെ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് നിർണായകം. എനിവേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിലെ 20 മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു ക്വിക്കായിട്ടുള്ള റൗണ്ടപ്പിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 30 സെക്കൻഡ്സ് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. This is 24 from Flowers Group. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര 50% വരെ ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ് കൂൾ സമ്മർ ഓഫർ. എസികൾക്കും ഫാനുകൾക്കും പ്രത്യേക ഓഫറുകളുമായി പിട്ടാപ്പള്ളി സമ്മർ കൂൾ ഓഫർ. ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഫ്രീ ഇൻസ്റ്റലേഷനും ഈസി ഇൻസ്റ്റാൾമെന്റ് സ്കീമും. പിട്ടാപ്പള്ളി ഏജൻസീസ്, മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ TV and appliances. Healthcare you can trust. Abir Medical Group. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര 50% വരെ ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ് കൂൾ സമ്മർ ഓഫർ. You are watching television newspaper. വെൽക്കം ബാക്ക്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കുള്ള അങ്കത്തട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിലെ 20 മണ്ഡലങ്ങളും ഏപ്രിൽ മാസം 23-ാം തീയതി പോളിംഗ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യും. ഇടുക്കി എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇടുക്കിയിൽ 2014 ലോക്സഭയിലേക്ക് ജോയ്സ് ജോർജ് പോകുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ അനുഗ്രഹത്തോടുകൂടിയും ഇടതുപക്ഷത്തിന്റെ ബാനറിലുമാണ്. ഭൂരിപക്ഷം 50,000 അധികം ഉണ്ടായിരുന്നു. 50,542 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയ്സ് ജോർജ് ഇടുക്കിയിൽ നിന്നും അപ്രതീക്ഷിത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നത്. ജോയ്സ് ജോർജ് പ്രതിനിധീകരിച്ച ഇടുക്കി മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളുടെ നിലവിലത്തെ രാഷ്ട്രീയ സ്വഭാവം പരിഗണിക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്നീ LDF ഹാർഡ് കോർ LDF മേഖല,
തൊടുപുഴ, ഇടുക്കി. ഇതിൽ മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്ന മണ്ഡലങ്ങളിൽ ഹൈറേഞ്ചിന്റെ സാന്നിധ്യമുള്ള, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സാന്നിധ്യമുള്ള മേഖലകൾ നിർണായകമാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിലപാട് നിലവിലത് ജോയിസ് ജോർജിന് അനുകൂലവുമാണ്. തൊടുപുഴ, ഇടുക്കി എന്നീ 2 UDF മണ്ഡലങ്ങളും. ഇത് ഇടുക്കി മണ്ഡലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മണ്ഡലമാണ്. അതെ, ഇടുക്കി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അരുൺ, ഇടുക്കിയിലെ വിജയ സാധ്യത അല്ലെങ്കിൽ ആര് ജയിച്ചു കയറാൻ പോകുന്നു എന്നുള്ളത് എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്ന് വ്യക്തമായ ആ ചിത്രം വ്യക്തമായാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇടുക്കിയിൽ നമുക്ക് നോക്കാം. ഇടുക്കിയിൽ LDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് ആണ്. UDFിൽ നിന്ന് പരിഗണിക്കപ്പെടുന്ന പേരുകൾ നമ്പർ 1 ആയി ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പേര് ഡീൻ കുര്യാക്കോസ്. ഡീൻ കുര്യാക്കോസ് ചെറുപ്പക്കാരനാണ്. ഒപ്പം തന്നെ സജീവമായ യൂത്ത് കോൺഗ്രസിന്റെ സമര രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ഒരേ സമയം തന്നെ യൂത്ത് കോൺഗ്രസുകാരുടെ കണ്ണിലുണ്ണിയായി തീരുകയും ഹൈക്കോടതിയുടെ കണ്ണിൽ കരടായി തീരുകയും ചെയ്തു. അതാണ് സ്വാഭാവിക പരാമർശം ഉണ്ടാവുകയും ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ പൊളിറ്റിക്കലി ഡീൻ കുര്യാക്കോസ് തന്റെ പൊസിഷൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഘട്ടം വരെ നമുക്ക് പറയാൻ സാധിക്കും ഇടുക്കിയിൽ. ഇനി ഡീൻ കുര്യാക്കോസ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നേരത്തെ പരിഗണിക്കപ്പെട്ട പേര് ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. ഗോപി പറഞ്ഞതുപോലെ നിലവിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ ഡീൻ കുര്യാക്കോസിന് തന്നെയായിരിക്കും ഏറിയ പങ്കും. അതും നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഹൈക്കമാൻഡിന്റെ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിന് മേൽ സമ്മർദ്ദം വന്നേക്കാം. കാരണം അദ്ദേഹം ഇന്ന് വളരെ കെയർഫുൾ ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഓരോ സീറ്റും അങ്ങേയറ്റം വിലപ്പെട്ടതായതുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന സീറ്റുകൾ അതിന് പറ്റിയ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതിനപ്പുറം മറ്റൊരു സ്ട്രാറ്റജി ഉണ്ടാവില്ല കേരളത്തിൽ. കോട്ടയത്ത് ജോസ് കെ മാണി 2014 ലോക്സഭയിലേക്ക് പോകുന്നത് 1,20,599 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. 1,20,599. ജോസ് കെ മാണി ലോക്സഭയിലേക്ക് പോയെങ്കിലും 2019 ലോക്സഭയിലേക്ക് പോകാൻ ജോസ് കെ മാണിയില്ല. ജോസ് കെ മാണി 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യസഭയിലാണ്. നിലവിൽ ലോക്സഭാ മണ്ഡലം വേക്കന്റ് ആണ്. ഈ ലോക്സഭാ മണ്ഡലത്തിൽ ജോസ് കെ മാണി മത്സരിച്ച മണ്ഡലത്തിൽ നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം വളരെ പരിഗണിക്കുകയാണെങ്കിൽ പിറവം, പാല, കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി = UDF. വൈക്കം, ഏറ്റുമാനൂർ ഈ 2 മണ്ഡലങ്ങൾ LDF. 5:2 എന്ന നിലവാരമാണ് കോട്ടയത്ത് ഇപ്പോഴുള്ളത്. ഇതൊരു വളരെ ഡിസിസീവായ കാര്യം തന്നെയാണ്. അതിന് അവിതർക്കിതമായ കാര്യമാണ്. നിലവിൽ ഒരു LDF തരംഗം ഉണ്ടാവുമ്പോൾ പോലും 5:2 എന്ന രീതിയിൽ നിലനിർത്താൻ സഹായിച്ച കോട്ടയം മണ്ഡലം. ആ കോട്ടയം മണ്ഡലത്തിൽ നിലവിൽ LDFിന്റെ സ്ഥാനാർത്ഥിയായി CPMന്റെ ജില്ലാ സെക്രട്ടറിയായ VN വാസവനെ തന്നെയാണ് ഇടതുമുന്നണി നിർത്തിയിരിക്കുന്നത്. VN വാസവനെ നേരിടാൻ വരുന്നത് ആര് എന്നുള്ളതാണ് ഇതിനകത്തെ സസ്പെൻസ് ത്രില്ലർ. ആ സസ്പെൻസ് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ സസ്പെൻസ് ത്രില്ലർ അതായിരിക്കും. പക്ഷേ ഇന്ന് സസ്പെൻസ് പൊളിയുമെന്ന് വിചാരിച്ചു. പക്ഷേ കെ മാണി അതിൽ എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തീരുമാനമെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മൾ നിലവിൽ ഗോപി നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു നിലവിൽ PJ ജോസഫ് തന്നെയായിരിക്കും ഒരുപക്ഷെ കോട്ടയത്ത് ശ്രീ VN വാസവനെ എതിരിടാൻ പോകുന്ന UDFിന്റെ കാൻഡിഡേറ്റ്. രണ്ടാമത്തെ സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ സ്റ്റീഫൻ ജോർജിന്റെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു നേതാക്കൾ കെ എം മാണിയുടെ അടുപ്പമുള്ള നേതാക്കളുടെയോ ഒക്കെ പ്രിൻസ് ജോസഫ് വിഭാഗത്തിന് ഒരൊറ്റ നേതാവിനെ അവർ മുന്നോട്ട് വെക്കുന്നത് PJ ജോസഫ് തന്നെയായിരിക്കും. PJ ജോസഫ് ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ PJ ജോസഫിന്റെ സാധ്യത നിലവിലത്തെ ഘട്ടത്തിലും കൂടുതലാണെന്ന് വേണം കരുതാൻ. ആലപ്പുഴയിൽ PC തോമസ് കൂടിയുണ്ട്. PC തോമസ് പറയാതെ പോകരുത്. NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ക്ഷമിക്കണം, NDAയുടെ സ്ഥാനാർത്ഥിയെ PC തോമസ് ഒരു ടൈറ്റ് ഫൈറ്റ് ഒരു പക്ഷേ കൊടുക്കാനുള്ള ഒരു സാധ്യത കൂടി. പഴയ തട്ടകമാണ് PC തോമസ്. അങ്ങനെ ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ല. വിജയൻ പറഞ്ഞതുപോലെ തന്നെ PC തോമസിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നയാളുമാണ്. വ്യക്തിഗത വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്ന ഇതിൽ വാസവനെ സംബന്ധിച്ച് ഒരുപക്ഷെ വാസവൻ ഇതിലൊരു വിജയ സാധ്യത ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും വാസവനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നത് ഒന്ന് PJ ജോസഫിനെ നിർത്തിക്കഴിഞ്ഞാൽ മാണി വിഭാഗത്തിൽ നിന്ന് കാല് വാരുമോ, പിന്നെ PC തോമസ് പിടിക്കുന്ന വോട്ടുകൾ അറിയില്ല എങ്ങനെയാണ് ഇത് മാറാൻ പോകുന്നത്. മാത്രമല്ല സംഘടന ഒപ്പം VN വാസവനൊപ്പം നിൽക്കും. ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് മത്സരിക്കാൻ പോകുന്ന പ്രത്യേകിച്ച് CPMന്റെ ഘട്ടത്തിൽ സംഘടനാ സംവിധാനങ്ങൾ എണ്ണയിട്ടൊരു മെഷീൻ പോലെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ആലപ്പുഴയിൽ KC വേണുഗോപാൽ 2014 ലോക്സഭയിലേക്ക് എത്തുന്നത് 19,407 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുന്നത്. പക്ഷേ 2014 ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുന്ന KC വേണുഗോപാൽ അല്ല 2019 KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഇപ്പോൾ നമ്പർ 2 ആണ് ഇൻ ഇന്റർനാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയ പാർട്ടിയുടെ 2ാം സ്ഥാനക്കാരനാണ് ഇപ്പോൾ ഒരു പരിധിവരെ KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമോ തുടങ്ങിയുള്ള സംശയങ്ങളുമുണ്ട്. നിലവിൽ ആലപ്പുഴ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നിയമസഭാ മണ്ഡലങ്ങളെ മുൻനിർത്തി പരിശോധിക്കുകയാണെങ്കിൽ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കായംകുളം, കരുനാഗപ്പള്ളി എന്നിങ്ങനെ 6 മണ്ഡലങ്ങൾ LDFിന്റെയും ഹരിപ്പാട് മണ്ഡലം UDFിന്റെ കയ്യിലുമാണ്.
നിലവിൽ MLA-മാരുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അതിനൊരു LDF ആരിഫിനൊരു സ്ലൈറ്റ് എഡ്ജ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ആലപ്പുഴയാണ് മത്സരിക്കാൻ പോകുന്നത്, KC ആണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. KC മത്സരിക്കില്ല എന്ന് ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. ലിജുവിന്റെ പേരാണ് പരിഗണിക്കുന്നത്. നിലവിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആരിഫ് മത്സരിക്കുമ്പോൾ മറുഭാഗത്ത് വേണുഗോപാലിന്റെ പേര് ഇന്നത്തോടുകൂടി പ്രസക്തമായി. പകരം അവിടെ വരുന്നത് ലിജുവിന്റെ പേരാണ്. ലിജുവാണ് ആരിഫിനെ നേരിടാൻ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ മത്സരം വീണ്ടും കടുക്കാനുള്ള അവസ്ഥ കടുക്കും. പക്ഷേ അതേസമയം തന്നെ ആരിഫിനെ സംബന്ധിച്ച് ആരിഫ് അവിടെ ഒരു ജനപ്രിയ മുഖമാണ്, അരൂർ MLA ആണ്. ഈ പറഞ്ഞ പോലെ കോസ്റ്റൽ ബെൽറ്റിന്റെ ഒരു പിന്തുണ ആരിഫിന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം ലിജു എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. ലിജു വരുന്നതോടുകൂടി ഇപ്പോൾ KC വേണുഗോപാലാണ് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി. അവിടെ ലിജു വരികയാണെങ്കിലും ഈ പറയുന്ന മാതിരി ഒരു ടൈറ്റ് ഫൈറ്റിന് തന്നെയാണ് ആലപ്പുഴയിൽ. ഞാൻ ഒരു ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്, ഇപ്പോൾ നമുക്ക് സമയം കുറവാണെങ്കിലും ഈ മുസ്ലിം ലീഗ് മണ്ഡലങ്ങളിൽ അല്ലാതെയുള്ള മണ്ഡലങ്ങളിലെയും മൈനോറിറ്റി വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ആരിഫിനെ നിർത്തിയിരിക്കുന്നതിലെ ഒരു ലക്ഷ്യം അതുകൂടിയാണ്. അത് ഇടതുമുന്നണിക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? കാരണം നരേന്ദ്രമോദിക്കെതിരായ ഫൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇതൊരു വലിയ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുമുന്നണിക്കൊപ്പം നിന്നു മൈനോറിറ്റി വോട്ട്. അതുകൊണ്ടാണ് ലിജു എന്ന കാൻഡിഡേറ്റ് കൂടി അവിടെ വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി തീരും. കാര്യം അത് ആരിഫിന് അത്തരം വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുന്നത് കേവലം ഈ കമ്മ്യൂണലായിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വോട്ടുകൾ മാത്രമല്ല, അതിന് പിന്നിൽ ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഉണ്ട്. അത് സ്വാഭാവികമായും കുടുംബത്തിൽ നിന്ന് എത്രത്തോളം വോട്ട് ആരിഫിന് അനുകൂലമായി മാറ്റുമെന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ സമുദായങ്ങളിലെല്ലാം ആരിഫ് വളരെ കൃത്യമായി ഇടപെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ CPM-ന്, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ പിണറായി വിജയൻ അത് കിട്ടി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അത് CPM-ൽ തന്നെ നിൽക്കുന്നില്ല, അത് കോൺഗ്രസിലേക്ക് പോകുന്നു. കാര്യം നോർമലി അങ്ങനെയാണല്ലോ ചിന്തിക്കുക. ഈ വോട്ടിന്റെ ഫലം എന്താണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ വിജയൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. കാരണം ദേശീയ തലത്തിൽ അവരെയല്ലേ പറഞ്ഞയക്കേണ്ടത് എന്നൊരു കാൽക്കുലേഷൻ കോൺഗ്രസിലേക്കാണ് ആ വോട്ടുകൾ പോകാന്നുള്ളൊരു ആലപ്പുഴയിൽ ഒരു പക്ഷേ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥി അയക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ BJP-യിൽ നിന്ന് ഒരുപക്ഷെ ആരിഫിനെ എതിരിടാൻ വേണ്ടി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായേക്കാം. നേരത്തെ BDJS പേര് ആദ്യം പറഞ്ഞു കേട്ടതാണ്, പിന്നീട് ഇത് BJP-യിലേക്ക് മാറുകയാണ്. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് 2014 ഡൽഹിയിലേക്ക് പോകുന്നത് 32,737 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 32,737 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഡൽഹിയിലേക്ക് പോയി 2014. പക്ഷേ 2019 ആകുമ്പോഴേക്കും കാര്യങ്ങൾ കുറെ മാറിയിട്ടുണ്ട് രാഷ്ട്രീയമായി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാവേലിക്കരയിലെ ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം വിലയിരുത്തുകയാണെങ്കിൽ കുട്ടനാട്, മാവേലിക്കര, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ചെങ്ങന്നൂർ LDF. ആകെ ഒറ്റ മണ്ഡലമേ ഉള്ളൂ, അത് ചങ്ങനാശ്ശേരിയാണ്. പക്ഷേ ഡിസിസീവാണ് ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരി എന്നുള്ള മണ്ഡലം അതൊഴിച്ച് ബാക്കി 6 മണ്ഡലങ്ങളും നിലവിലിരിക്കുന്നത് LDF-ന്റെ പക്കലാണ്. അങ്ങനെ 6:1 എന്ന നിലയിലാണ് മാവേലിക്കരയുടെ സാധ്യത. അവിടെ നിലവിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് CPI-യുടെ ചിറ്റയം ഗോപകുമാറിനെയാണ്. മറ്റൊരു MLA തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. ചിറ്റയത്തിന് ജനപ്രീതിയുള്ള ഒരു MLA തന്നെയാണ്, സംശയമൊന്നുമില്ല. ചിറ്റയം ഗോപകുമാറിനെ എതിരിടാൻ കൊടിക്കുന്നിൽ സുരേഷ് എന്ന MP ആണ് വരുന്നതെങ്കിൽ, സിറ്റിംഗ് MP ആണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. മാവേലിക്കരയിൽ ജയിക്കാൻ കഴിയാത്ത മണ്ഡലം എന്ന് പറയാൻ ചെങ്ങറ സുരേന്ദ്രൻ അവിടെ കൊടിക്കുന്നിലെ തോൽപ്പിച്ച് ലോക്സഭയിൽ പോയ ചരിത്രമുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ അടിക്കളിക്കുന്ന ഒരു മണ്ഡലമാണ്. ജനറലി നമുക്ക് അത് ലോക്സഭയിലേക്ക് പോകുമ്പോൾ UDF സ്വഭാവമുള്ള മണ്ഡലം എന്ന് പറയാമെങ്കിലും അത് അങ്ങനെ സ്ഥായിയായി നിലനിൽക്കുന്നു. എന്നുള്ളത് തള്ളിക്കളയാനാവാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവം. കൊടിക്കുന്നിലിന് അവിടെ ഒരു സ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് സാധ്യതകൾ ഉണ്ട്. പക്ഷേ വിജയൻ പറഞ്ഞതുപോലെ തന്നെയാണ് അത് എനിക്ക് തോന്നുന്നത്. കാരണം അത് പൂർണ്ണമായിട്ട് അങ്ങനെ UDF-ലേക്ക് അല്ലെങ്കിൽ UDF-ന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയാൻ KPMS-ന്റെ ഒക്കെ നിലപാട് നിർണായകമാണ്. മാത്രമല്ല അത് ഇത്തവണ ഇടതുപക്ഷത്തിന് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. പത്തനംതിട്ടയിലേക്ക് പോയാൽ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് 56,191 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡൽഹിയിലെത്തിയത്. 56,191 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പക്ഷേ ഇന്ന് ആന്റണി പത്തനംതിട്ടയിൽ എതിരിടാൻ വരുന്നത് CPM-ന്റെ ഒരു ഇടതുമുന്നണിയുടെ ഒരു യങ്ങറായിട്ടുള്ള വീണ ജോർജിനോടാണ്. പത്തനംതിട്ട മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നിയമസഭാ മണ്ഡലങ്ങളെ മുൻനിർത്തി ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ 2016 തിരുവല്ല, റാന്നി, ആറന്മുള, അടൂർ എന്നീ മണ്ഡലങ്ങൾ 4 മണ്ഡലങ്ങൾ LDF-നോടൊപ്പം നിന്നപ്പോൾ കോന്നിയും കാഞ്ഞിരപ്പള്ളിയും UDF-നോടൊപ്പം നിന്നു.
പൂഞ്ഞാറിൽ PC ജോർജിനോടൊപ്പം നിന്നു. അപ്പോൾ 4 മണ്ഡലങ്ങൾ LDF, 2 മണ്ഡലങ്ങൾ UDF, 1 മണ്ഡലം സ്വതന്ത്രൻ അല്ലെങ്കിൽ പറയുന്ന ജനപക്ഷത്തിൻ്റെ PC ജോർജിന് ലഭിക്കുന്നു. ഈ മണ്ഡലത്തിൻ്റെയും സ്വഭാവം പ്രവചനാതീതമാണ്. നിലവിലുള്ള ഘട്ടത്തിൽ ആന്റോ എന്നുള്ളത് സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ആന്റോ തന്നെയാണോ മത്സരിക്കുക എന്നുള്ളത് ഇനിയും തീരുമാനമായിട്ടില്ല. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, ഉറപ്പായ സ്ഥാനാർത്ഥി വീണ ജോർജാണ് പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടാൻ പോകുന്നത്. വീണ ജോർജിനെ, ആറന്മുള MLA വീണ ജോർജ് എതിരിടാൻ പോകുന്നത് ആരെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആന്റണി തന്നെയായിരിക്കുമെന്നാണ്. സിറ്റിംഗ് എം പിമാരുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മറ്റൊരാളുടെയും പേര് നൽകേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നിലവിലിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും DCC നേതൃത്വം മറ്റൊന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ്. ആന്റണി തന്നെയാണോ മത്സരിക്കുക എന്നത് നിശ്ചയമില്ലാത്തത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള മൂന്നാമത്തെ കാൻഡിഡേറ്റ് അതൊരു പക്ഷേ കെ സുരേന്ദ്രനും ശ്രീധരൻ പിള്ളയുമാണ് BJPയിൽ നിന്ന്. വീണ ജോർജിനെ നേരിടാൻ പോകുന്ന BJP കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യലായ BJPക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് കെ സുരേന്ദ്രനോ PS ശ്രീധരൻ പിള്ളയോ ജനവിധി തേടിയേക്കാം. പത്തനംതിട്ട ആ അർത്ഥത്തിൽ ശബരിമലയ്ക്ക് ശേഷമുള്ള പത്തനംതിട്ട പഴയ പത്തനംതിട്ട അല്ല. NSSനൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് BJPക്ക് ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ എന്തായാലും പറ്റും ആ മണ്ഡലത്തിൽ. അത് ഏത് നില വരെ പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. ഒരുപക്ഷെ BJP പിടിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റുകളുടെ, ആഗ്രഹിക്കുന്ന സീറ്റുകളുടെ പട്ടികയിൽ 3 സീറ്റുകളുടെ പട്ടികയിൽ ഒരു പേര് പത്തനംതിട്ട. പക്ഷേ അവിടെ പത്തനംതിട്ടയുടെ ഒരു സ്വഭാവം വെച്ച് ക്രിസ്തീയ വോട്ടുകൾക്ക്, ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് പത്തനംതിട്ട. റെപ്രസെന്റ് ചെയ്യുന്നത് ഓർത്തഡോക്സ് സഭയാണ്. പക്ഷേ അപ്പുറത്ത് ആന്റണി ആണെങ്കിൽ അതാ പറഞ്ഞത്, ആ ചിത്രം എങ്ങനെയാണ് വ്യക്തമായി വരുന്നത് എന്നുള്ളതനുസരിച്ചായിരിക്കും ശബരിമല. ഓഫ് കോഴ്സ് അതൊരു വലിയ കൃത്യമായി നമുക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടിന് കഴിയാത്ത അങ്ങനെയല്ല എങ്കിലും ഈ ചില രാഷ്ട്രീയ സ്വഭാവം സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട്. നമുക്ക് നോക്കാം. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 2014 കൊല്ലത്ത് നിന്നും RSP കാൻഡിഡേറ്റ് പോകുന്നത് 37,649 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. NK പ്രേമചന്ദ്രൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് NK പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് മാറിയാണ് NK പ്രേമചന്ദ്രൻ ഡൽഹിയിലേക്ക് എത്തുന്നത്. UDF കാൻഡിഡേറ്റായി, RSPയുടെ കാൻഡിഡേറ്റായി 37,649 വോട്ടുകൾ ഭൂരിപക്ഷത്തോടു കൂടിയാണ് NK പ്രേമചന്ദ്രൻ കൊല്ലത്തെത്തുന്നത്. 2019 ആകുമ്പോഴേക്കും NK പ്രേമചന്ദ്രൻ ആദ്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിത്വം NK പ്രേമചന്ദ്രൻ്റെതായിരുന്നു. ഇടതുമുന്നണി നേടിയ അതേ മേൽക്കൈ കൊല്ലത്ത് നേടിയത് NK പ്രേമചന്ദ്രനാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ RSP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു NK പ്രേമചന്ദ്രൻ. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലാണ്. പക്ഷേ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുൻപ് കൊല്ലം മണ്ഡലത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സ്വഭാവം പരിഗണിക്കാം. നിയമസഭാ മണ്ഡലങ്ങളെ മുൻനിർത്തി കൊല്ലം ബേസിക്കലി ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ അതൊരു LDF മണ്ഡലമാണ്. ചവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ. കാഷ്യൂ വർക്കേഴ്സിൻ്റെ, കശുവണ്ടി തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും എല്ലാം വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തോടൊപ്പം തന്നെ CPIയുടെ ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ രാജു പ്രതിനിധീകരിക്കുന്ന പുനലൂർ മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളിലെ ശക്തമായ CPI സാന്നിധ്യമുണ്ട്. ഇടതു സ്വഭാവം ആകെയുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നാണ് NK പ്രേമചന്ദ്രൻ വിജയിച്ചു വന്നത്. NK പ്രേമചന്ദ്രൻ 37,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു വന്നത് എന്നതാണ് NK പ്രേമചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നതും. പക്ഷേ ഇത്തവണ മത്സരത്തിലുള്ളത് NK പ്രേമചന്ദ്രനെ എതിർക്കാൻ വരുന്നത് KN ബാലഗോപാലാണ്. CPMന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നയാളാണ്. യുവജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ ഒരു പഴയ രാജ്യസഭ MP ആണ് KN ബാലഗോപാൽ. ഒപ്പം NSSുമായി KN ബാലഗോപാലിനുള്ള വ്യക്തിപരമായ ബന്ധം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തും. NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജനകീയതയ്ക്ക് സംഭവിച്ചിട്ടില്ലാത്ത കുറവ് അരുൺ പറഞ്ഞ ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൊല്ലത്തെ സംബന്ധിച്ച്. കാരണം KN ബാലഗോപാൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട രീതി, അതിന്റെ സംഘടനാ ശക്തികൾ എങ്ങനെ മാക്സിമം ഉപയോഗിക്കും എന്ന കാര്യത്തിൽ കൃത്യമായി അതിന് പ്രാപ്തിയുള്ള ആളാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളെ നിശ്ചയിച്ചത് KN ബാലഗോപാലിന്റെ തന്ത്രങ്ങളാണ്. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു 6 മാസം മുമ്പെങ്കിലും അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹം അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും. NSS വളരെ ക്രൂഷ്യലാണ്. കാരണം NSSന്റെ പിന്തുണ ഈ NK പ്രേമചന്ദ്രന് കിട്ടുമോ കിട്ടില്ലേ ഡിക്ലെയർഡ് അല്ല. അതുകൊണ്ട് അതൊരു വലിയ ക്രൂഷ്യൽ എലമെന്റ് ആയിരിക്കും കൊല്ലത്ത്. വിജയൻ പറഞ്ഞ പോലെ ഒരു വലിയ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കാൻ പോകുന്ന കേരളത്തിലെ മണ്ഡലം. NSS പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായും KN ബാലഗോപാൽ രാഷ്ട്രീയമായി NK പ്രേമചന്ദ്രന് കടുത്ത ഒരു മത്സരം
കാഴ്ചവെക്കാൻ പര്യാപ്തനായ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആറ്റിങ്ങിലേക്ക് പോകുന്നു. ആറ്റിങ്ങലിൽ എ സമ്പത്ത് 2014 ലോക്സഭയിലേക്ക് എത്തുന്നത് 69,378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആറ്റിങ്ങലിന്റെ മണ്ഡല ചിത്രമെടുത്താൽ വർക്കലയിൽ തുടങ്ങുന്നു. 69,378 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സമ്പത്ത് ആറ്റിങ്ങലിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തി. രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി 7 മണ്ഡലങ്ങളിൽ ഒരു വ്യക്തമായ ഇടതുമുന്നണി തരംഗമുണ്ടായിരുന്ന പ്രദേശമാണ് ആറ്റിങ്ങൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കാട്ടാക്കട എന്നീ 6 നിയമസഭാ മണ്ഡലങ്ങളും LDF-നോടൊപ്പമാണ്. അരുവിക്കര മണ്ഡലം മാത്രമാണ്, ശബരിനാഥ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലം മാത്രമാണ് ഒരുപക്ഷെ UDF-ന് അനുകൂലമായിട്ടുള്ളത്. 6:1 എന്ന നിലയിൽ ആറ്റിങ്ങലുണ്ട്. ഒരുപക്ഷെ ഒരു പ്രോ LDF മണ്ഡലമായിട്ട് ഒരുപക്ഷെ നിയമസഭാ കക്ഷികളുടെ കണക്ക് നില എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാവുന്ന ഒന്നാണ്. പക്ഷെ ആരാണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതും BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ളത്. പക്ഷേ ആറ്റിങ്ങിനെ സംബന്ധിച്ച് സമ്പത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആണ്. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ സേഫ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. 4ാമത്തെ വട്ടമാണ് സമ്പത്ത് ആറ്റിങ്ങലിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് തന്നെ 3 തവണയ്ക്ക് അപ്പുറം ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ള രീതിയില്ല. അപ്പോൾ അസാധാരണമായ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ സമ്പത്തിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി ആറ്റിങ്ങലിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഇടതുപക്ഷം തന്നെ പറയുന്നത്. അപ്പോൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് സമ്പത്ത് ഗോപി. ലോക്സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ടേമിൽ ഏറ്റവും കൂടുതൽ ഭേദഗതികൾ നിശ്ചയിച്ച ബില്ലുകൾക്ക് ഏറ്റവും കൂടുതൽ ഭേദഗതികൾ കൊണ്ടുവന്ന ആറ്റിങ്ങലിൽ എ സമ്പത്തിനെ നേരിടാൻ വരുന്ന സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ആകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന സൂചനകൾ. അടൂർ പ്രകാശ് വന്നാൽ സ്വാഭാവികമായി സമുദായ സമവാക്യങ്ങളടക്കം എങ്ങനെയായിരിക്കും UDF-ലേക്ക് എ സമ്പത്തിന്റെ വോട്ടിനെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ നിശ്ചയമായി. നേരത്തെ വിജയൻ പറഞ്ഞ കൊല്ലത്ത് KN ബാലഗോപാൽ തുടങ്ങി വെച്ചതുപോലെ ആറ്റിങ്ങലിൽ വളരെ നേരത്തെ അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പിനുള്ള ഗ്രൗണ്ട് കളമൊരുക്കൽ തുടങ്ങിയിരുന്നു. അടൂർ പ്രകാശ് ഒരു തെരഞ്ഞെടുപ്പ് മാനേജർ എന്ന നിലയിൽ വിദഗ്ധനാണ്. അത് ആ വൈദഗ്ധ്യം ഇവിടെ അദ്ദേഹത്തെ ഗുണം ചെയ്യുമോ നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് മാനേജർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആൻഡ് നമ്മൾ പോകുന്നത് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മണ്ഡലം. ഈ ലോക്സഭയിലെ ഏറ്റവും നിർണായകവും സ്റ്റാർ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട് എന്ന് കണക്കാക്കുന്നതുമായ ഒരു മണ്ഡലമാണ്. ആദ്യം തന്നെ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ കുറിച്ച് ഏകദേശ ചിത്രം ലഭിച്ച ആദ്യത്തെ മണ്ഡലം എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് നമുക്ക് കണക്കാക്കാം. ശശി തരൂർ തിരുവനന്തപുരത്തിന്റെ സ്വപ്നങ്ങളുമായി 2014 ലോക്സഭയിലേക്ക് പോകുന്നത് 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ 2014 ലോക്സഭയിലേക്ക് എത്തുന്നത്. വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ശശി തരൂർ 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് എത്തി. ശശി തരൂർ പ്രതിനിധാനം ചെയ്യുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം നമുക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിയാൽ കഴക്കൂട്ടം, പാറശാല, നെയ്യാറ്റിൻകര എന്നീ 3 മണ്ഡലങ്ങൾ LDF-നൊപ്പവും, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കോവളം, നേമം എന്നീ മണ്ഡലങ്ങൾ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കോവളം എന്നീ മണ്ഡലങ്ങൾ UDF-നോടൊപ്പമാണ്. നേമം മണ്ഡലം രാജഗോപാൽ BJP-യുടെ ഏക മണ്ഡലവുമാണ്. പക്ഷേ ഇവിടെ 3:3:1 എന്നുള്ളതാണ് നിയമസഭയിലെ സാന്നിധ്യമെങ്കിലും നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം MLA-മാരുടെ മാത്രം LDF-നെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാവില്ല. അവിടെ ഉണ്ടായിരുന്ന BJP വോട്ടുകൾ വളരെ നിർണായകമാണ്. ചുരുങ്ങിയത് 4 മണ്ഡലങ്ങളിലെങ്കിലും 2ാം സ്ഥാനത്തെത്താൻ ശേഷിയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലം കൂടിയാണ്. അരുൺ, തിരുവനന്തപുരത്തെ സംബന്ധിച്ചപ്പോൾ ശശി തരൂർ ഒരു വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അത് ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. 2009, 2014 നോക്കുമ്പോൾ ശശി തരൂരിന് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2014 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇക്കുറി ഇപ്പോൾ O രാജഗോപാൽ മത്സരരംഗത്തുണ്ടായിരുന്ന അത്രയും, അതായത് O രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത അത്രയും വലിയ ഒരു കോൺട്രിബ്യൂഷൻ കുമ്മനം പോലെ ഒരാൾ വന്നാൽ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായേക്കാം. മാത്രമല്ല ബെന്നറ്റ് എബ്രഹാം അല്ല, സി ദിവാകരനാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം സി ദിവാകരൻ നേരത്തെ വിജയൻ പറഞ്ഞു ഒരു ഇലക്ഷൻ മാനേജ് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് സി ദിവാകരൻ. പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചപ്പോൾ ജാതി രാഷ്ട്രീയം പറയുകയല്ല എങ്കിൽ പോലും തിരുവനന്തപുരം സംബന്ധിച്ച് നായർ സമുദായത്തിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. ആ വോട്ടുകൾ കൃത്യമായിട്ട് ശശി തരൂരിന്റെ പെട്ടിയിൽ തന്നെ വീഴുമെന്ന് അപ്പർ കാസ്റ്റ് അർബൻ യങ് വോട്ടേഴ്സ് സ്വാഭാവികമായും ശശി തരൂരിന് പ്രതീക്ഷിക്കാവുന്ന വോട്ടുകളാണ്. നിലവിലെ സാഹചര്യത്തിൽ LDF-ന്റെ കാൻഡിഡേറ്റായി CPI-യിലെ സി ദിവാകരൻ, പരിണിതപ്രജ്ഞനായ നിയമസഭാ സാമാജികനും മന്ത്രിയുമൊക്കെയായ സി ദിവാകരനാണ്. പക്ഷേ അവിടെ ആദ്യം കുമ്മനം രാജശേഖരന്റെ പേര് BJP-യിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കുമ്മനം രാജശേഖരൻ സ്വയം അത് അംഗീകരിച്ചില്ലെങ്കിൽ കൂടി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ധാരണയാവുകയും ചെയ്തിട്ടുണ്ട്. സി ദിവാകരൻ ഇടതുമുന്നണിയായി നേരിടുന്ന ഒരു കാൻഡിഡേറ്റ് കുമ്മനം രാജശേഖരനെ, മറ്റൊന്ന്
ശശി തരൂർ, കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ചിത്രം കൂടി. അതായത് 20 ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നമ്മൾ പരിചയപ്പെടുത്തി. ഒരു പൊതുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവം നമ്മൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ UDFന്റെ സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും, NDAയുടെ സാധ്യതാ സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നെല്ലാം നമ്മൾ നോക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ വിജയൻ പറഞ്ഞതുപോലെ ഇത് ഒരു ദേശീയ തലത്തിൽ BJP വിരുദ്ധ അല്ലെങ്കിൽ BJPക്കെതിരായിട്ടുള്ള, NDAക്കെതിരായിട്ടുള്ള, നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു ജനവിധിയാണ് കേരളം. ആ മെസ്സേജാണ് കേരളം പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് അതിലെ ഏറ്റവും വലിയ പൊളിറ്റിക്സ് എങ്കിൽ നമ്മൾ ഇതിൻ്റെ സാധ്യതകളൊക്കെ മറ്റൊരു തരത്തിലായിരിക്കും എഴുതപ്പെടാൻ പോകുന്നത്. കാരണം BJP ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ? ശബരിമല വിഷയം നിർണായകമാവുന്ന ഘട്ടത്തിൽ കേരളത്തിൽ തുറക്കാൻ ചർച്ച ചെയ്യപ്പെടും. ഈ 77-ലെ വോട്ടിന്റെ പാറ്റേൺ പറഞ്ഞതുപോലെ ദേശീയ തലത്തിൽ സംഭവിക്കുന്നതിനെ പൊതുവിൽ കേരളം എതിർക്കുന്നു എന്ന പ്രതീക്ഷ ഉണ്ടാക്കിയെങ്കിലും ഒരുപക്ഷെ സർപ്രൈസുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മേഖല. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് 3 മണ്ഡലങ്ങളിലെങ്കിലും സർപ്രൈസുകൾക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ. അതെന്തൊക്കെയാണെന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ സർപ്രൈസുകൾ നമ്മൾ സത്യത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായ ശേഷം അതിൻ്റെ ഒരു സ്വഭാവം കൂടി മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഏത് തരം സർപ്രൈസുകളാണ് വരാൻ പോകുന്നത്. ഏതായാലും ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം എന്താ പറയുക, ഒരു യുദ്ധസമാനമായ സാഹചര്യമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 17ാം ലോക്സഭയിലേക്ക് ആരൊക്കെയായിരിക്കും എത്തുക? കാത്തിരിക്കാം. ഇനി 43 ദിവസങ്ങളാണ് ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യാനുള്ള ദിവസം. രാവിലെ തന്നെ നമുക്ക് വോട്ട് ചെയ്യാം. 43 ദിവസങ്ങൾക്ക് അപ്പുറത്തുള്ള ആ ദിവസത്തിൽ മെയ് 23-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. ആരായിരിക്കും കേരളം 17ാം ആരായിരിക്കും ഭാരതം 17ാം ലോക്സഭയിലൂടെ അധികാരത്തിലേക്ക് എത്തുക എന്നതിനായി പ്രതീക്ഷയോടെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും ഏതൊക്കെ രാഷ്ട്രീയമാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്, സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളും എന്തൊക്കെയാണ് എന്ന കാര്യമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ സജീവമായി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. Watching 24 from News Headquarters, Kochi. ഇന്നത്തെ